بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين، أما بعد. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീനിനെ സംബന്ധിച്ച് കൂടുതൽ അറിവ് തന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ഒരുപാട് മതങ്ങൾ, ഒരുപാട് വിശ്വാസങ്ങൾ, ഒരുപാട് ആചാരങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ വിശ്വാസ സംബന്ധമായ വിഷയങ്ങൾ, ആ വിഷയങ്ങളിൽ മറ്റുള്ളവരുമായിട്ടുള്ള വ്യത്യാസങ്ങൾ ഏതെല്ലാം വിഷയത്തിൽ ഉണ്ട് എന്ന് കൃത്യമായി നമ്മൾ അറിയാതെ പോകുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം മിനിഞ്ഞാന്ന് ക്രിസ്മസ് ആഘോഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ ആളുകൾ, ഒരുപാട് ആളുകൾ പലതരത്തിലുള്ള ചർച്ചകൾ അതിൽ കൊണ്ടുവരികയുണ്ടായി. പൊതുവെ എല്ലാ വർഷവും ആഘോഷം ഉണ്ടാകുമ്പോൾ കൊണ്ടുവരാറുള്ള ഒരു ചർച്ചയാണത്. ഈ ചർച്ചകൾ നടക്കുമ്പോഴെല്ലാം അവിടെയൊക്കെ ഒരു മതേതരത്വം, അതേപോലെ മതനിരപേക്ഷത, അങ്ങനെ കുറേ ചിന്താഗതികളും കാര്യങ്ങളൊക്കെ എടുത്തിടുന്നുണ്ട്. പക്ഷേ നമ്മുടെ രാജ്യത്ത് ഏതൊരു മതത്തിലും ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെന്നിരിക്കെ അത് നമുക്കും ആ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. എനിക്കിപ്പോൾ എൻ്റെ മതത്തിൻ്റെ പൂർണ്ണമായ മൂല്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ട്. നമ്മൾ ജീവിക്കുമ്പോൾ മാത്രം അത് ശരിയല്ല, ബാക്കി എല്ലാവർക്കും എന്തോ ആകാം, കുഴപ്പമില്ല എന്നുള്ളൊരു നിലപാട് ഇന്നത്തെ ഈ ക്രിസ്മസ് ആഘോഷ ചർച്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാണുകയുണ്ടായി. മുസ്ലിമീങ്ങളാണ് കൂടുതൽ അത്തരം വിഷയങ്ങൾക്ക് ഇറങ്ങി പുറപ്പെടുന്നത്. ക്രിസ്മസ് കേക്ക് മുറിക്കുക, ക്രിസ്മസ് നക്ഷത്രം, അതിൻ്റെ പേരിൽ നക്ഷത്രം തൂക്കുക, പള്ളിയിൽ പോകണില്ല എന്നുള്ളൂ. അതായത് ക്രിസ്മസിന് പള്ളിയിൽ പോകുന്നില്ല എന്നുള്ളൂ, ബാക്കി എല്ലാം ചെയ്യും. ഇവിടെ സത്യത്തിൽ എന്താ പ്രശ്നം എന്നറിയുമ്പോഴാണ് നമ്മൾ ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ലോകത്തുള്ള ഈ മതങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രബലരായ 3 മതങ്ങൾ, ഏറ്റവും പ്രബലരെന്ന് പറയുന്ന 3 മതങ്ങൾ, അത് മുസ്ലിംസ്, ഇസ്ലാം, ക്രിസ്ത്യൻ, ജൂതൻ. ഇത് 3 പ്രബല മതങ്ങൾ ലോകത്തുള്ളത്. അതിൻ്റെ താഴെ ബാക്കി എല്ലാം ഉള്ളൂ. ഈ 3 മതങ്ങൾ വ്യത്യസ്തമായിരിക്കുന്ന അഭിപ്രായം പറഞ്ഞ ഒരു പ്രവാചകനാണ് ഈസ അലൈഹിസ്സലാം. വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് 3 മതങ്ങളും പറഞ്ഞിട്ടുള്ളത്. അതിൽ ശരിയായ നിലപാടും ശരിയായ ആദർശവും പറഞ്ഞിരിക്കുന്നത് നമ്മൾ മുസ്ലിമീങ്ങളാണ്, ഇസ്ലാമാണ് ശരിയായ നിലപാട് പറഞ്ഞിട്ടുള്ളത്. ഈസ അലൈഹിസ്സലാമിനെ പറ്റി യഹൂദികൾ പറഞ്ഞിട്ടുള്ളത്, അവർ പറയുന്നത് ഫൽ യഹൂദു ഖാലു, ജൂതന്മാർ പറയുന്നത് വബിഇസ മാ ഖാലു, വളരെ മോശമായ വർത്തനാണ്. അദ്ദേഹം ഇബ്നു സിന, വ്യഭിചാരപുത്രനാണെന്നാണ് ഈസ അലൈഹിസ്സലാമിനെ പറ്റി പറയുന്നത്. വ്യഭിചാരപുത്രനാണെന്ന് പറയുമ്പോൾ അതിൻ്റെ കാരണം എന്താണ്? അദ്ദേഹം ഒരു പുരുഷ സാമീപ്യമില്ലാതെയാണ് മറിയം അലൈഹിസ്സലാം പ്രസവിച്ചത് എന്നുള്ളതാണ്. അവിടെയും പൊതുവായ ഒരു വാക്ക് നമ്മൾ തന്നെ അറിയാതെ ഉപയോഗിക്കാറുണ്ട്, പിതാവില്ലാതെ ജനിച്ചു എന്നുള്ളത്.
പിതാവില്ലാതെ ജനിച്ചു എന്നുള്ളത്. അത് സത്യത്തിൽ ആ പ്രയോഗം തന്നെ ഒരു ശരിയല്ല എന്നുള്ളതാണ്. അതൊക്കെ നമ്മുടെ നാവിലൂടെ പറയിപ്പിക്കുന്നതാണ് പലരും. അവിടെ കുറച്ചുകൂടെ ഭംഗിയായി ആ പദത്തെ ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഒരു പുരുഷ സാമീപ്യം ഇല്ലാതെയാണ് ഈസാ അലൈഹിസ്സലാം ജനിച്ചത്. അതുകൊണ്ടാണ് അദ്ദേഹം സിനയിലുണ്ടായ കുട്ടിയാണ്, വ്യഭിചാരപുത്രനാണ്, ജാരസന്തതിയാണ് എന്ന് ഈസാ അലൈഹിസ്സലാമിനെ പറ്റി അവർ പറയുന്നത്. അത് പറയാനുള്ള കാരണം നമ്മൾ മുമ്പുള്ള ഒരു ചില ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞ വിഷയങ്ങൾ തന്നെയാണ്. അതായത് യഹൂദികളെ സംബന്ധിച്ച് യഹൂദർക്ക് പ്രവാചകന്മാർ അവരുടെ കുടുംബങ്ങളിൽ നിന്ന് വരണം എന്നുള്ളത് അവർക്ക് നിർബന്ധമാണ്. അവരുടെ കുടുംബങ്ങളിൽ നിന്ന് വന്നാൽ അവർ സ്വീകരിക്കോ ഇല്ലയോ എന്നുള്ളത് വേറെ കാര്യം. പക്ഷെ അവരുടെ കുടുംബങ്ങളിൽ നിന്ന് വരണം എന്നുള്ളത് അവർക്ക് നിർബന്ധമാണ്. ഈ കാലമത്രയും പ്രവാചകന്മാർ മുഴുവനും വന്നിട്ടുള്ളത് ഈ പറയപ്പെട്ട സാധാരണ പ്രോസസ്സിംഗ് അനുസരിച്ചിട്ടാണ്. ഒരു പിതാവ് ഒരു മാതാവിൽ നിന്നുള്ള സന്താനം അങ്ങനെ ജനിച്ചിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് ഈസാ അലൈഹിസ്സലാമിനെ അള്ളാഹു ഒരു പ്രത്യേക ഇടപെടലിലൂടെ സൃഷ്ടിക്കാനുള്ള കാരണം തന്നെ ഇനി ഇങ്ങനെയെങ്കിലും അവർ എന്ത് ചെയ്യട്ടെ, അദ്ദേഹത്തെ അംഗീകരിക്കട്ടെ, ഒരു പ്രവാചകനെ അംഗീകരിക്കട്ടെ എന്നുള്ളതാണ്. പക്ഷേ അവിടെ ഈസാ അലൈഹിസ്സലാം ജനിച്ചപ്പോൾ ഇവർ പറഞ്ഞത് വളരെ മ്ലേച്ഛമായ വർത്താനാണ്. അള്ളാഹു പറഞ്ഞത് മാലഹും ബിഹി മിൻ ഇൽമിൻ, അവർക്ക് അദ്ദേഹത്തിന്റെ വിഷയത്തിൽ ഒരു ഇൽമുമില്ല, ഒരു അറിവുമില്ല. വലാലി ആബാഇഹിം, അവരുടെ പിതാക്കന്മാർക്കും ഇല്ല, ഒരു അറിവുമില്ല. കബുറത്ത് കലിമതൻ തഖ്റുജു മിൻ അഫ്വാഇഹിം, അവരുടെ വായിൽ നിന്നും പുറത്തു വന്ന വർത്തമാനം വളരെ വലിയ ഗൗരവമുള്ള വർത്താനാണ്, നിസ്സാര വർത്താനല്ല. അത്രയും മ്ലേച്ഛമായ വർത്താനം പറഞ്ഞ ആളുകളാണ് ഈസാ അലൈഹിസ്സലാമിനെ പറ്റി യഹൂദർ എന്നുള്ളത്. എന്നാൽ നസ്വാറാക്കളോ, അവരുടെ മസ്അം എന്താണ്? അവരുടെ വാദം എന്താണ്? അദ്ദേഹം ഇബ്നുല്ലാ, അള്ളാന്റെ പുത്രനാണെന്നുള്ളതാണ്. അള്ളാഹു പറഞ്ഞത് വഖാലത്തിൻ നസാറ, നസാറാക്കൾ പറഞ്ഞു അൽ മസീഹ് ഇബ്നുല്ലാ, ഈസ ഇബ്നു മറിയം ഇബ്നുല്ലാ, അള്ളാന്റെ പുത്രനാണ്. ദാലിക ഖൗലുഹും ബി അഫ്വാഇഹിം, അത് അവരുടെ വാ കൊണ്ടുള്ളൊരു വർത്തമാനാണ്. മുമ്പുള്ള ആളുകൾ സത്യനിഷേധികൾ പറഞ്ഞതുപോലെയുള്ള ഒരു വർത്താനാണത്. അപ്പൊ ഈ രണ്ട് മ്ലേച്ഛമായ വർത്തമാനങ്ങൾ ആണ് ഒരു പ്രവാചകനെ പറ്റി ഇവർ പറഞ്ഞിട്ടുള്ളത്. അവർ തമ്മിൽ പരസ്പരം ഒരു തരത്തിലും ധാരണയാകാനുള്ള ഒന്നുമില്ല. കാരണം ജൂതന്മാര് പറഞ്ഞത് ഈസാ അലൈഹിസ്സലാമിനെ ഞങ്ങൾ കൊന്നു എന്നാണ് ജൂതന്മാര് പറഞ്ഞത്. നസാറാക്കൾ പറഞ്ഞതോ, നസാറാക്കൾ പറഞ്ഞത് യേശു ഇവരുടെ മനുഷ്യവംശത്തിന്റെ പാപം മുഴുവനും ഏറ്റുവാങ്ങിക്കൊണ്ട് കുരിശിലേറി മരിച്ചു എന്നാണ്. അത് രണ്ടും കളവാ. ഇത് രണ്ടും തെറ്റായ വർത്തമാനാണ്. അവിടെയാണ് നമ്മൾ ഇത്തരത്തിലുള്ള ആഘോഷങ്ങൾ നടത്തുന്ന ആളുകളുമായി ആഘോഷങ്ങളിൽ സഹകരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ. ഇത്തരം പൊള്ളയായ വാദങ്ങൾക്ക് മുമ്പിൽ നമ്മൾ ഖുർആൻ കൊണ്ട് ഈ വിഷയത്തെ ഒന്ന് പഠിക്കൽ അനിവാര്യമാണ്. അള്ളാഹു പറഞ്ഞത് മൽ മസീഹ് ഇബ്നു മറിയമ ഇല്ല റസൂലുൻ, മസീഹ് ഇബ്നു മറിയം ആരാണ്? റസൂല് മാത്രമാണ് അദ്ദേഹം. ഖദ് ഖലത്ത് മിൻ ഖബ്ലിഹി റുസുൽ, അദ്ദേഹത്തിന് മുമ്പ് കുറെ പ്രവാചകന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട്. വ ഉമ്മുഹു സിദ്ദീഖത്തുൻ, അദ്ദേഹത്തിന്റെ ഉമ്മ മാതാവ് സത്യവതിയായ സ്ത്രീയുമാണ്. ഈസാ അലൈഹിസ്സലാമിന്റെ വിഷയത്തിൽ പരിശുദ്ധ ഖുർആൻ ഇത്രയും വ്യക്തമായി പറഞ്ഞ കാര്യങ്ങൾ അവരുടെ ബൈബിളിൽ പോലും പറഞ്ഞിട്ടില്ല. ക്രിസ്ത്യാനികളുടെ ബൈബിളിൽ പോലും ഇത്ര വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല. മറിയം എന്ന പേരിൽ ഒരു അധ്യായം തന്നെ വിശുദ്ധ ഖുർആനിലുണ്ട്. മറിയം, അതായത് ഈസാ നബിയുടെ ഉമ്മയുടെ പേരിൽ ഒരു അധ്യായം തന്നെയുണ്ട്.
നമ്മൾ പ്രവാചകന്മാരുടെ വിഷയത്തിൽ അറിയേണ്ട കാര്യങ്ങൾ, പ്രവാചകന്മാർ പല മർത്തബകളിലായിട്ടുണ്ട്, പദവികൾ ഉണ്ട് അവർക്ക്. ശ്രേഷ്ഠതയുടെ കാര്യത്തില്ല. ശ്രേഷ്ഠത എന്നുള്ളത് പ്രവാചകന്മാർ എന്താണ്, അവർക്ക് മഹത്വത്തിൻ്റെ കാര്യത്തിലൊക്കെ അവർ ലാ നുഫരിഖു ബൈന അഹദിൻ മിൻ റസുലിന, നമ്മുടെ റസൂലുകൾക്കിടയിൽ ആരെയും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, വേർതിരിക്കുകയില്ല അല്ലാഹു തആല. പക്ഷേ നബിമാരുണ്ട്, മുർസലുകളുണ്ട്. നബിമാരും മുർസലുകളും ഉള്ളപ്പോൾ മുർസലുകളിൽ നിന്നും ഉലുൽ അസ്മുകൾ എന്ന പേരിൽ വേറെയും കുറച്ചാളുകളുണ്ട്. നബിമാരെന്ന് പറഞ്ഞാൽ ആരാണ്? നബി എന്ന് പറഞ്ഞാൽ ആരാണ്? നുബൂവത്ത് കിട്ടിയ ആളാണ് നബി. അതായത് അള്ളാഹുവിൽ നിന്നുള്ള സന്ദേശം എത്തിയിട്ടുണ്ടാകും, നുബൂവത്ത് ഉണ്ടാകും. ഒരു നബിയെ സംബന്ധിച്ച് നബിക്ക് പുതിയ ഒരു നിയമങ്ങളൊന്നും ഉണ്ടാകില്ല. മുമ്പുള്ള നബിമാര് മുർസലുകൾ കൊണ്ടുവന്ന ഏതൊരു ശരീഅത്താണോ, ഏതൊരു നിയമമാണോ, ആ നിയമം അനുസരിച്ച് പ്രബോധനം നടത്തുക എന്നുള്ളതാണ് നബിമാരുടെ ഉത്തരവാദിത്തം. എന്നാൽ റുസുലുകൾ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. അവർ ഒരു പുതിയ ശരീഅത്തുമായിട്ടായിരിക്കും വരിക. ഒരു നിയമം അവർക്കുണ്ടാകും. അത് മുമ്പുള്ള നിയമവുമായി യോജിക്കുന്നതാകാം, പക്ഷെ മുമ്പുള്ളതിനെ ഒന്നിനെയും നിഷേധിക്കുന്നതാകൂല. മുമ്പുള്ളതിൽ നിന്നും കുറേയും കൂടെ മെച്ചപ്പെട്ട കാര്യങ്ങൾ കൊണ്ടായിരിക്കും മുർസലുകൾ വരിക. അതുകൊണ്ട് തന്നെ ഒരാളെ അള്ളാഹു നബിയാക്കുമ്പോൾ, നുബുവത്ത് കൊടുക്കുമ്പോൾ ആദ്യം നബിയായിട്ടായിരിക്കും വരിക. പിന്നെയാണ് അയാൾക്ക് റിസാലത്ത് കൊടുക്കുക, മുർസലാക്കുക, റസൂലാക്കുക. അങ്ങനെയായിരിക്കും ഉണ്ടാകുക. ഇപ്പം നുബുവത്ത് കിട്ടി, പിന്നീട് കുറച്ച് കഴിയുമ്പോഴായിരിക്കും അയാളെ റസൂലാക്കി എടുക്കുക. ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് തന്നെ ആദ്യം വന്നത് എന്താ? നുബുവത്താണ്. ഹിറാ ഗുഹയിൽ നിന്നുണ്ടായത് നുബുവത്താണ്. റിസാലത്ത് ഉണ്ടാകുന്നത് പിന്നീട് ഏകദേശം 3 മാസങ്ങൾക്ക് ശേഷമാണ്. എഴുന്നേക്കൂ, ഖും ഫഅൻദിർ എന്ന നിർദ്ദേശത്തോടു കൂടെ ജനങ്ങളിലേക്ക് ഈ സന്ദേശം എത്തിച്ചു കൊടുക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് റിസാലത്ത് ഉണ്ടായത് ഈ ഏകദേശം 3 മാസങ്ങൾക്ക് ശേഷം ആണ്. അതുകൊണ്ട് തന്നെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയായി തെരഞ്ഞെടുക്കപ്പെട്ട വിവരം അറിഞ്ഞ് ആ നബിയെ അംഗീകരിച്ച വറഖത്ത് ഇബ്നു നൗഫലിനെ സ്വഹാബിയായിട്ട് പോലും അംഗീകരിക്കാതെ പോയത്. അതുകൊണ്ടാണ്. വറഖത്ത് ഇബ്നു നൗഫൽ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. ഖദീജ ബീവിയുടെ ആരാണ്? ഒരു അമ്മവനായിട്ട് വരും, ഒരു കുടുംബക്കാരനാണ്. വേദഗ്രന്ഥങ്ങളിലൊക്കെ അഗാധ പാണ്ഡിത്യമുള്ള ആളാണ് വറഖത്ത് ഇബ്നു നൗഫൽ. അപ്പോൾ റിസാലത്ത് നബിയാണ്, നുബുവത്ത് കിട്ടിയ വിവരം അറിഞ്ഞപ്പോൾ ഖദീജ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും കൂട്ടിക്കൊണ്ട് ഇതെന്താ സംഭവം എന്നറിയാൻ വേണ്ടി വറഖത്ത് ഇബ്നു നൗഫലിൻ്റെ അരികിൽ പോയി. അറിയില്ലല്ലോ അവർക്ക് എന്താ സംഭവം എന്നുള്ളത്. അപ്പോഴാണ് വറഖത്ത് ഇബ്നു നൗഫൽ പറഞ്ഞത്, ഇദ്ദേഹം ഇന്ന ആളാണ്, ഇന്ന വ്യക്തിയാണ്. അദ്ദേഹത്തെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഒരു ജനതയുള്ളത്. അദ്ദേഹത്തെ നാട്ടിൽ നിന്നും ആട്ടി ഓടിക്കുന്ന സമയത്ത് ഞാനുണ്ടെങ്കിൽ ഞാൻ അവരുടെ കൈപിടിക്കും. ആ വിഷയത്തെ വിശദീകരിച്ചുകൊണ്ട് വളരെ വലിയൊരു നോട്ട് തന്നെ വന്നിട്ടുണ്ട്, പണ്ഡിതന്മാർ എഴുതി വെച്ചിട്ടുണ്ട്. അതിൽ അവർ പറയുന്നത് വറഖത്ത് ഇബ്നു നൗഫൽ ആ കാലഘട്ടത്തിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ചു. പക്ഷേ റിസാലത്ത് കിട്ടിയിട്ടില്ല. അതിന് മുമ്പായിട്ട് അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ സ്വഹാബിയായി പരിഗണിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ മേൽ തർളിയത്ത് ചെല്ലേണ്ടതും ഇല്ല, റളിയല്ലാഹു അൻഹു എന്ന് ചെല്ലേണ്ടതും ഇല്ല എന്ന് ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്. അത് വലിയൊരു ചാപ്റ്ററാണത്. ആ വിഷയത്തെ ഒന്ന് നന്നായി പഠിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതുമുണ്ട്. അതൊക്കെ നമുക്ക് ഇൻഷാ അല്ലാഹ് ഇതിൽ പറയാം. ഞാനൊരു ക്ലാസ്സിൽ പറയാൻ ഉദ്ദേശിച്ച് എൻ്റെ മൈൻഡിൽ നിന്നും പോകുന്നതാണ്. അതായത് നബി റസൂല് പോലെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യലും സ്വഹാബത്ത്, തബഉ താബിഈങ്ങൾ, അതേപോലെയുള്ള കുറേ ആളുകളെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി തരേണ്ടതുണ്ട്. ആ പദവികളെ സംബന്ധിച്ച് ഒന്ന് പരിചയപ്പെടുത്തേണ്ടതുണ്ട്. അത് ഇൻഷാ അല്ലാഹ് നമുക്ക് ഇതുപോലൊരു ക്ലാസ്സിൽ അങ്ങ് ചർച്ചയ്ക്ക് എടുക്കാം. ഞാനിതിപ്പോൾ ഇന്നത്തെ ഈ ചർച്ച ഞാൻ കുറേ മുമ്പേ സംസാരിക്കണമെന്ന് കരുതിയൊരു വിഷയമാണ്. അപ്പോൾ പിന്നെ നമുക്കൊരു ചാൻസ് ഇപ്പോൾ
ഈ ക്രിസ്തുമസുമായി അടുത്ത് വന്നതുകൊണ്ടാണ് ഞാനത് ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത്. ഏതായാലും മുർസലുകൾ എന്ന് പറയുമ്പോൾ മുർസലുകൾക്ക് ഒരു പ്രത്യേക റിസാലത്തുണ്ട്. അതായത് അവർക്ക് കിതാബ് ഉണ്ടാകും, അല്ലെങ്കിൽ ഏടുകൾ ഉണ്ടാകും, അവർക്ക് പുതിയ ഒരു ശരീഅത്തുണ്ടാകും, നിയമമുണ്ടാകും. അതനുസരിച്ച് കൊണ്ടാണ് മുർസലുകൾ ഉണ്ടാകുന്നത്. 300-ലധികം മുർസലുകളുണ്ട്. 313 എന്നൊക്കെ ഒരു ക്ലിപ്ത കണക്കൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. അതിൽ 300-ലധികം മുർസലുകളുണ്ട്. 17 ആണോ 18 ആണോ എന്നൊക്കെ ഒരു അഭിപ്രായ വ്യത്യാസമുണ്ട്. എന്തായാലും മുർസലുകളുണ്ട്. ഈ മുർസലുകളിൽ 5 ആളുകൾക്ക് ഉലുൽ അസ്മ് എന്നാ പറയുന്നത്. ഉലുൽ അസ്മുകൾ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ദൃഢ തീരുമാനം കൈക്കൊണ്ട ആളുകൾ, അല്ലെങ്കിൽ ദൃഢ തീരുമാനത്തിന് നിശ്ചയിക്കപ്പെട്ട ആളുകൾ. ചില പ്രതിസന്ധി ഘട്ടത്തിലൊക്കെ ഒരു ടീം ഇറങ്ങാറുണ്ടല്ലോ. നമ്മുടെ നാട്ടിലൊരു വലിയൊരു പ്രതിസന്ധി ഘട്ടം വരുമ്പോൾ ഒരു പ്രത്യേക ടീമിനെ ഇറക്കാറുണ്ട്. അത് തന്നെ ഒരു പ്രത്യേക ടീമാണ് അവർ. അസ്ം എന്ന് പറഞ്ഞാൽ ദൃഢമായ തീരുമാനമെടുക്കുക എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. ഉലുൽ അസ്മുകൾ പെട്ട പ്രവാചകന്മാർ 5 പേരാണ്. 5 നബിമാരുണ്ട്, മുർസലുകളുണ്ട്. ഒന്ന് നൂഹ് അലൈഹിസ്സലാം, അതാണ് ഒന്നാമത്തെ മുർസല്. നൂഹ് അലൈഹിസ്സലാം പ്രബോധനം ആരംഭിക്കുന്ന കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഏറ്റവും ക്രിട്ടിക്കൽ സ്റ്റേജിലാണ്. എന്ന് മാത്രമല്ല, മനുഷ്യവംശം ആദ്യമായി അഭിമുഖീകരിക്കുന്ന ഏറ്റവും ഗൗരവമുള്ള ഒരു വിഷയമാണ് ശിർക്ക്. ആദ്യമായിട്ട് ശിർക്ക് അഭിമുഖീകരിച്ച ജനതയാണ് നൂഹ് നബി അലൈഹി സ്വലാമിൻ്റെ കാലഘട്ടത്തിലെ മെസോപ്പൊട്ടാമിയയിൽ ജീവിച്ചിരുന്ന ദ്രാവിഡ സംസ്കാരത്തിൻ്റെ ഉടമകളായ ആളുകൾ. BC 5000-ലെ ആളുകൾ ദ്രാവിഡ സംസ്കാരമാണ്. അപ്പോൾ ആ കാലയളവിൽ നൂഹ് അലൈഹിസ്സലാം ഇറങ്ങി പ്രബോധനം നടത്തി. ആ പ്രബോധനത്തിൽ ശക്തമായ പ്രബോധനമായിരുന്നു. എല്ലാ ഇടങ്ങളിലും കയറി ഇറങ്ങി നടത്തിയ ശക്തമായ പ്രബോധനം. പ്രതിഷേധം എന്ന് പറഞ്ഞാൽ അതിനോളം ശക്തമായ പ്രതിഷേധം പിന്നെ ഉണ്ടായിട്ടില്ല. അത് പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടമാണ് പിന്നീട് ആ പ്രതിഷേധത്തെ അഭിമുഖീകരിച്ചത്. അത്രയും ശക്തമായിരുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. 950 കൊല്ലം എന്നാ ഖുർആൻ പറഞ്ഞത്. അൽഫിന് 50 കുറവെന്നല്ലേ ഖുർആനിൽ പറഞ്ഞ. 950 കൊല്ലം ആണ് നൂഹ് അലൈഹി സ്വലാം പ്രബോധനം നടത്തിയത്. അപ്പോൾ ഏകദേശം 1000 കൊല്ലത്തോളം അദ്ദേഹം ജീവിച്ചു എന്നല്ലേ ഇതിനർത്ഥം. ഈ 950 കൊല്ലം പ്രബോധനം നടത്തിയിട്ട് ഇല്ല ഖലീല, വളരെ കുറഞ്ഞ ആൾക്കാർ മാത്രമേ വന്നിട്ടുള്ളൂ. വളരെ കുറച്ച് ആളുകൾ. അത്രയും ശക്തമാകുമ്പോൾ നമ്മൾ അറിയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, അവർക്കിടയിൽ ജീവിച്ചിരുന്ന സ്വാലിഹീങ്ങളായ ആളുകളെ ഇവരെന്ത് ചെയ്തു? ഇവര് ആരാധിക്കാൻ തുടങ്ങി. അതാണ് ശിർക്ക് ആരംഭിച്ചത്. വദ്, സുവാ, യഗൂസ്, യഊഖ്, നസ്ർ ഒക്കെ അവരൊക്കെ സ്വാലിഹീങ്ങളായിരുന്നു. അവർക്ക് ഇബാദത്ത് എടുത്തുകൊണ്ടിരുന്ന ജനങ്ങളുടെ മുമ്പിലേക്ക് വദ്ദിനും സുവാഇനും ഒക്കെയുള്ള അവരുടെ ഇടയിലുള്ള സ്ഥാനം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നമ്മുടെ നാട്ടിൽ സമസ്തക്കാരുടെ ഇടയിൽ കാന്തപുരത്തിനൊക്കെ ഉള്ള സ്ഥാനമാണ്. കാന്തപുരത്തിനെ പറ്റി നമ്മൾ പോയിട്ട് സമസ്തക്കാരോടൊരു കുറ്റം പറഞ്ഞു നോക്ക്, വെച്ചേക്കൂല, കൊന്നോളി മണി, വെറുതെ വിടൂല. അയാള് ഈ മറ്റേ ഉത്തരവാദിത്തം നിറവേറാത്ത ആളാണ്, ശിർക്കിന്റെ പ്രചാരകനാണ്, മുബത്തദിയാണ്, ബിദ്അത്തിന്റെ ആളാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാവും. വലിയ വിഷയം. ഇന്നലെ ഇപ്പോൾ ഇവിടെ മഞ്ചേരി അപ്പുറ ഭാഗത്തെ ഒരു പ്രസംഗം ഉണ്ടായിരുന്നു. ഇന്നലത്തെ പ്രസംഗം നമ്മുടെ വണ്ടൂർ പോകുന്ന വഴിക്ക്. അപ്പം ഞാനിങ്ങനെ CM മടവൂരിനെയാണ് കൊടുത്തത് മുഴുവനും. അത് കഴിഞ്ഞ് പ്രസംഗം കഴിഞ്ഞിങ്ങനെ ഇറങ്ങിയപ്പോൾ പള്ളിക്കലത്തെ ഖത്തീബ് നേരിട്ടിറങ്ങി. സാധാരണ പള്ളിയിലത്തെ ഖത്തീബ് ഇറങ്ങൂല. പള്ളിയിലത്തെ ഖത്തീബ് നേരിട്ടിറങ്ങി. റോഡിൻ്റെ വക്കിൽ എന്നോടൊന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, സംസാരിക്കാൻ ഉള്ള അവസരം അവർക്ക് കൊടുത്തിട്ടുണ്ട്, അവർ സംസാരിച്ചോട്ടെ, ഇപ്പോൾ റോഡിൻ്റെ വക്കിൽ സംസാരിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അയാൾക്ക് എന്നെ ഒന്ന് പരിചയപ്പെടണം എന്നായി. പരിചയപ്പെട്ടു. ഞാൻ കാറിലിരിക്കുന്ന അയാൾ വന്ന് കൈ തന്നു, പരിചയപ്പെട്ടു. ഞാൻ സലാം പറഞ്ഞ് അയാൾ സലാം അടക്കിയത് വാലൈക്ക സാം എന്നാണ്. ഞാനത് കേട്ട് ഞാൻ അസ്സലാമു അലൈക്കും പറഞ്ഞു, അയാൾ വാലൈക്ക സാം എന്നും പറഞ്ഞത് ഞാൻ കേട്ട്. എന്തോ ആകട്ടെ. അവിടെ അതിനു മുമ്പ് റഹ്മാനിയുടെ പരിപാടി നിശ്ചയിച്ചിരുന്നു. അതിൻ്റെ ഒരു മാസം മുമ്പ് റഹ്മാനിയുടെ പരിപാടി നിശ്ചയിച്ചു. പരിപാടിയുടെ അന്ന്
തകർപ്പൻ മഴ, വലിയ മഴ. മഴ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും, അന്ന് വലിയൊരു മഴ പെയ്ത ദിവസം, എന്നാ അവിടെ പരിപാടി. അപ്പോൾ ഖത്തീബ് മൈക്കിലൂടെ അനൗൺസ് ചെയ്ത്, ഞങ്ങളുടെ മഹാന്മാരായ ഔലിയാക്കന്മാരുടെ കറാമത്താണ് ഈ കാണുന്നത് എന്ന്. പൊട്ടന്മാരല്ലെങ്കിൽ എന്താ എങ്ങനെ പറയൂ? അള്ളാഹ് മഴ തരുന്ന അള്ളാഹ് എന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ഔലിയാക്കന്മാർക്കും കറാമത്തും തമ്മിൽ ഇതെന്ത് ബന്ധം? അനൗൺസ് ചെയ്ത് സലാം പറഞ്ഞു, വർത്താനം പറഞ്ഞ്. അപ്പോൾ ഞാൻ മുമ്പ് ജോലി ചെയ്തിരുന്ന സ്ഥലത്തെ പറ്റി പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു. അപ്പോൾ ആ സ്ഥലത്തിൻ്റെ അഡ്രസ്സൊക്കെ മൂപ്പർ നോട്ട് ചെയ്തെടുത്ത് എന്നിട്ട് പറഞ്ഞു, ഇൻഷാ അല്ലാഹ് ഞങ്ങൾ മറുപടി ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, അൽഹംദുലില്ലാഹ്, വലിയ കാര്യം, വെച്ചോളി എന്ന് പറഞ്ഞു. ഞാൻ വരും, മറുപടി വെച്ചാൽ പിന്നെ നമ്മൾ പോവും. അവരെ പ്രകോപിപ്പിച്ചത് എന്താ? ഈ കബറിൽ കിടക്കണ അബൂബക്കർ മുസ്ലിയാരെ കുറ്റം പറഞ്ഞതിനാണ്. സി എം മടവൂർ എന്ന് പറഞ്ഞാൽ സി അബൂബക്കർ മുസ്ലിയാരനല്ല, മൂപ്പരെ കുറ്റം പറഞ്ഞതിനാണ് അവരെ പ്രകോപിപ്പിച്ചത്. അവർക്ക് സഹിക്കാൻ കഴിയില്ല. വദ് സുവാ യഗൂസ് പോലെയുള്ള ആളുകളെ നിസാരമാക്കൽ, അല്ലെങ്കിൽ അവർ കൊടുത്തിരിക്കുന്ന പദവിയെ എടുത്തു കളഞ്ഞുകൊണ്ട് സംസാരിക്കൽ, അത് അവർക്ക് സഹിക്കില്ല. അതുകൊണ്ടാണ് നൂഹ് അലൈഹിസ്സലാമിന് ഏറ്റവും കൂടുതൽ പ്രതിസന്ധി നേരിടേണ്ടി വന്നത്. അവിടെ വദ് സുവാ യഗൂസിനെ പരാമർശിക്കാതെ അദ്ദേഹം ഒരു സൈഡിലൂടെ ഒരു പ്രബോധനം നടത്തിയിട്ട് പോവുകയായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ അത്രയും വലിയ പ്രതിഷേധം ഉണ്ടാകൂലായിരുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്, എന്തേ ശിർക്കിനെ ശിർക്കാന്ന് പറയാൻ നമ്മൾ എന്തിനാ ഇത്ര മടിക്കണത്? എന്താണ് മടിക്കണത്? എക്കത്തിനും ഒരു സമവായം കാണിക്കുന്നു, ഒരു സോപ്പിട്ട് പോക്ക്. ശിർക്കല്ലേ, പച്ച ശിർക്കാണ്. ഖബറിന്റെ മുമ്പിൽ സുജൂദിൽ പച്ച ശിർക്കാണ്. ആ ശിർക്ക് ചെയ്യുന്ന പ്രവർത്തനം അത് ചെയ്യുന്ന സാധാരണക്കാരെ നമുക്ക് ഒഴിവാക്കാം, കാരണം അവർക്ക് വിവരമില്ലാത്തതിൻ്റെ പേരിലാണ്. പക്ഷെ ഇതിനെ ശിർക്കാണെന്ന് അറിഞ്ഞിട്ടും ഇത് ചെയ്യാൻ വേണ്ടി മുന്നിട്ടിറങ്ങുന്ന ആളുകളോട് നമ്മൾ എന്തിനൊരു സമവായം? ആവശ്യമുണ്ടോ? ഉള്ളതുപോലെ പറഞ്ഞൂടെ? പ്രവാചകന്മാരുടെ നുബുവത്തിന്റെ രീതി അതല്ലേ? ദഅവത്തിന്റെ രീതി അതല്ലേ? ഏതായാലും ഒന്നാമത്തെ ഉലുൽ അസ്മിൽപ്പെട്ട ഒന്നാമത്തെ റസൂല് നൂഹ് അലൈഹിസ്സലാം ഏറ്റവും പ്രതിസന്ധി നിറഞ്ഞ കാലഘട്ടത്തിലാണ് ഇറങ്ങിയത്. രണ്ടാമത്തെ നബി ആരാണ്? ഇബ്രാഹിം അലൈഹിസ്സലാം. അറിയാം അല്ലേ? മില്ലത്തിന്റെ പിതാവാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. മില്ലത്തിന്റെ പിതാവായ ഇബ്രാഹിം അലൈഹിസ്സലാം അഭിമുഖീകരിച്ചത് ശിർക്കിന്റെ ഏറ്റവും ഗൗരവമുള്ള മുഖത്തെയാണ് അഭിമുഖീകരിച്ചത്. അവരുടെ മുമ്പിൽ അദ്ദേഹം നടത്തിയ പോരാട്ടങ്ങൾ, അദ്ദേഹം ഏതൊരു വിഷയത്തിലും അദ്ദേഹത്തെയാണ് ഉപമയാക്കി വെക്കുന്നത്. അദ്ദേഹത്തിനോളം നമുക്ക് ആരെയും പറയാൻ കഴിയില്ല. അല്ലാഹു തആല അദ്ദേഹത്തിന്റെ വിഷയത്തിൽ വിശുദ്ധ ഖുർആനിൽ ഒരുപാട് വിശദീകരണങ്ങൾ തന്നെ തന്നിട്ടുണ്ട് അദ്ദേഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട്. ഒടുവിൽ അദ്ദേഹത്തിന് പദവിയാണ്, അദ്ദേഹത്തിന്റെ പദവി അള്ളാഹിനോട് പറഞ്ഞ്, അള്ളാഹുവേ ഇങ്ങനെ പരീക്ഷണങ്ങളൊക്കെ ജയിച്ചപ്പോൾ ഇന്നി ജാഇലുക ലിന്നാസി ഇമാമ, നിന്നെ ജനങ്ങൾക്ക് ഞാൻ ഇമാമായി തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞത് വമിൻ ദുർരിയത്തി, എൻ്റെ മക്കളിൽ നിന്നും വേണം. കാരണം അത് ദീർഘവീക്ഷണാണ്. ഈ പദവി അടുത്ത തലമുറയ്ക്ക് കൈമാറണം, എല്ലാ തലമുറയിലും അത് കടന്നു വരണം എന്ന് അള്ളാഹു പറഞ്ഞു. ലാ യനാലു അഹ്ദി ളാലിമീൻ, എൻ്റെ ഈ കരാർ അക്രമകാരികൾക്ക് ബാധകമല്ല എന്ന് പറഞ്ഞാൽ നബിയുടെ മോനാണെന്നും പറഞ്ഞുകൊണ്ട് എല്ലാ നബിയുടെ മക്കളും വലിയ ഇമാമല്ല അല്ലേ? അതിലും അക്രമികളുണ്ടാകും, ദ്രോഹികളുണ്ടാകും, കുഴപ്പക്കാരുണ്ടാകും. അവന്മാരെ മാറ്റി നിർത്തും. നല്ലതിനെ എന്ത് ചെയ്യുള്ളൂ? ഇതിലേക്ക് എടുക്കുള്ളൂ. പദവി അല്ലാഹു തആല കൊടുത്തു, എന്തോ ആട്ടെ. മൂന്നാമത്തത് മൂസ അലൈഹിസ്സലാം. മൂസ അലൈഹിസ്സലാം പ്രബോധനം ആരംഭിക്കുന്ന കാലഘട്ടം ഏതാ? ഫിർഔന്റെ കാലഘട്ടമാണ് അല്ലേ? ഫിർഔനെ എല്ലാ കാലഘട്ടത്തിലെ അക്രമകാരികളെ പരിചയപ്പെടുത്തുമ്പോഴും ആരുടെ പേരിട്ടാണ് പരിചയപ്പെടുത്തുന്നത്? ഫിർഔന്റെ പേരിട്ടാണ് പരിചയപ്പെടുത്തുന്നത് അല്ലേ? ഫിർഔൻ ഹാദിഹിൽ ഉമ്മ എന്നല്ലേ പറഞ്ഞത്? ഈ സമുദായത്തിലെ ഫിർഔൻ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂജഹലിനെ പറ്റി പറഞ്ഞത്. ഫിർഔൻ. ഇനി അക്രമിയായ, കുഴപ്പക്കാരനായ, നീതിബോധമില്ലാത്ത ഒരു ഭരണാധികാരിയെ ഈ കാലഘട്ടത്തിൽ പരിചയപ്പെടുത്തുമ്പോഴും ഫിർഔനിലേക്ക് ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് പരിചയപ്പെടുത്തുന്നത്.
കാരണം അത്രയും വലിയ പ്രശ്നക്കാരനായിരുന്നു ഫിറഔൻ. അവൻ്റെ ഇടയിൽ അന റബ്ബുക്കുമുൽ അഅ്ല, ഞാനാണ് റബ്ബ് എന്ന് വാദിച്ചിരുന്ന ആള്, ഈ റബ്ബ് ഞാനാണെന്ന് വാദിക്കുമ്പോഴും അറിവില്ലായ്മ കൊണ്ടാണോ? അല്ല, അല്ല വേറെ ഉണ്ടെന്നറിയാം, അല്ല ഉണ്ടെന്നറിയാം ഫിറഔന്. അതുകൊണ്ടാണല്ലോ അല്ല ഉണ്ടെന്ന് അറിഞ്ഞിട്ടാണ് അയാള് എന്ത് ചെയ്തത്? അവസാനം ഞാൻ വിശ്വസിക്കുന്നു ആമൻതു ബി റബ്ബി മൂസ എന്ന് പറയാനുള്ള കാരണം. അവിടെ നമ്മൾ അംഗീകരിക്കാത്ത മുഫസ്സിറാണെങ്കിലും ഇബ്നു അറബി നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ലെങ്കിലും അദ്ദേഹം ഈ വിഷയത്തിൽ ഒരുപാട് വിശദമായി തന്നെ എഴുതിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു വെച്ചാൽ ഫിർഔൻ തൻ്റെ ജനതയോട് ഒരു കാര്യം ഏറ്റെടുത്താൽ ആ രാത്രി തൂരിസീന പർവ്വതത്തിൻ്റെ ചുവട്ടിൽ പോയി അദ്ദേഹം പ്രാർത്ഥിക്കുമായിരുന്നു പോലും. ആധികാരികമൊന്നുമല്ല എഴുതി വച്ചിരിക്കുന്നത്, എങ്കിലും അങ്ങനെ നോട്ടുകൾ വന്നിട്ടുണ്ട്. കാരണം അയാൾക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. ആ വിശ്വാസം അയാൾ മറച്ചു വെച്ചുകൊണ്ട് അയാൾ എന്ത് ചെയ്തു? റുബൂബിയത്ത് വാദിച്ചു, ഞാൻ റബ്ബാണെന്ന് വാദിച്ചു ആ ജനതയുടെ ഇടയിലേക്കാണ്. പിന്നെ നാലാമത്തെ ഉലുൽ അസ്മാണ് മഹാനായ ഈസ അലൈഹിസ്സലാം. ഈസ അലൈഹിസ്സലാമിൻ്റെ പ്രബോധന കാലഘട്ടം ഏറ്റവും ദുഷിച്ച കാലഘട്ടമായിരുന്നു. കാരണം ബനു ഇസ്രായേലുകാർ എല്ലാ തോന്നിയാസങ്ങളും കൊണ്ട് നിറഞ്ഞാടിയ കാലഘട്ടത്തിലാണ് ഈസ അലൈഹിസ്സലാമിൻ്റെ വരവ്. അഞ്ചാമത്തേത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജാഹിലിയ്യത്തിൻ്റെ മികവിൽ നിൽക്കുമ്പോഴാണ് വരുന്നത്. അപ്പോൾ ഈ 5 ഉലുൽ അസ്മുകളായ പ്രവാചകന്മാർ, ആ 5 പേരിൽ ഒരാളാണ്, നാലാമത്തെ ആളാണ് ഈസ അലൈഹിസ്സലാം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. രണ്ടാമത്തെ പ്രത്യേകത ഞാൻ മുമ്പ് പറഞ്ഞ കാര്യമാണ്. ഇന്ന മസല ഈസ ഇൻദല്ലാഹി കമസലി ആദമ. അള്ളാന്റെ അടുത്ത് ഈസയുടെ ഉപമ ആദമിനെ പോലെയാണ്. ഈസയുടെ ഉപമ ആദമിനെ പോലെയാണെന്ന് പറഞ്ഞാൽ ഖലഖഹു മിൻ തുറാബ്, ആദമിനെ സൃഷ്ടിച്ചത് മണ്ണിൽ നിന്നാണ്. സുമ്മ ഖാല ലഹു കുൻ ഫയകൂൻ, പിന്നീട് അതിനോട് ഉണ്ടാകൂ എന്ന് പറഞ്ഞു, അപ്പോൾ അതുണ്ടായി. അതുപോലെയാണ് ഈസ അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ചിട്ടുള്ളത് അല്ലാഹു തആല. എന്ന് പറഞ്ഞാൽ ഒരു പുരുഷന്റെ സാമീപ്യത്തിലൂടെ അല്ലാതെ കണ്ട് ആദം അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ചപ്പോഴുള്ള ഏതൊരു സാഹചര്യമാണോ ആ സാഹചര്യം ആണ് ഇവിടെ ഉള്ളത്. ഒരു വ്യത്യാസം മാത്രം, ആദം അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ചപ്പോൾ ഒരു വശമുണ്ടായില്ല, നെഗറ്റീവ് ഉണ്ടായില്ല, പോസിറ്റീവ് മാത്രമേ അല്ല, നെഗറ്റീവ് ഉണ്ടായി, പോസിറ്റീവ് ഉണ്ടായില്ല, പോസിറ്റീവും നെഗറ്റീവ് ഉണ്ടായില്ല. ഈസ അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ചപ്പോൾ നെഗറ്റീവ് ഉണ്ടായിരുന്നു, പോസിറ്റീവ് ഉണ്ടായില്ല എന്നുള്ളതാണ്. ഏതായാലും അതാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അറിയേണ്ട നമ്മൾ രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, നബിമാരുടെ കൂട്ടത്തിൽ, അംബിയാ മുർസലുകളുടെ കൂട്ടത്തിൽ ഒരുപാട് മുഅ്ജിസത്തുകൾ പ്രകടിപ്പിച്ചത് അദ്ദേഹത്തിൻ്റെ കരങ്ങളിലൂടെയാണ്. അത്തത്ത് ബിഹി ഖൗമഹ, അദ്ദേഹത്തിൻ്റെ ജനതയുടെ ഇടയിലേക്ക് ഗർഭിണിയായിക്കൊണ്ട് മറിയം ചെല്ലുന്ന രംഗമുണ്ട്. മറിയം പ്രസവിച്ച് കഴിഞ്ഞപ്പോൾ അവരുടെ ആളുകളൊക്കെ ഒരുമിച്ച് കൂടിയിട്ട് പറഞ്ഞു, യാ ഉഖ്ത ഹാറൂന, ഹാറൂൻ്റെ സഹോദരി, മാ കാന അബൂക്കി ഇംറഅൻ സൗഇൻ വമാ കാനത് ഉമ്മുക്കി ബഗിയ. നിന്റെ ഉപ്പ ഒരു മോശക്കാരനല്ലായിരുന്നു, നിന്റെ ഉമ്മ ഒരു വൃത്തികെട്ട സ്ത്രീയുമല്ലായിരുന്നു. എന്നിട്ടും നീ എന്തു ചെയ്തു? ഈ അവിഹിത ഗർഭം ധരിച്ചു, ഗർഭിണിയായിരിക്കുകയല്ലേ എന്ന് പറഞ്ഞപ്പോൾ ഫഅശാറത്ത് ഇലൈഹി, ഈസ നബിയിലേക്ക്, അതായത് ആ കുഞ്ഞിലേക്ക് കൈ ചൂണ്ടിയിട്ട് പറഞ്ഞു, മറുപടി ആ കുട്ടി പറയും എന്ന് പറഞ്ഞു. അപ്പൊ അവർ ചോദിച്ചു, കൈഫ നുകല്ലിമു മൻ കാന ഫിൽ മഹ്ദി സബിയ്യ, ഈ തൊട്ടിയിലുള്ള കുട്ടി എങ്ങനെ, ആ കുട്ടിയായിട്ട് ഞങ്ങൾ എങ്ങനെ സംസാരിക്കും? അപ്പോ ആ തൊട്ടിയിലുള്ള കുട്ടി പറഞ്ഞു, ഇന്നി അബ്ദുല്ലാഹി ആതാനിയൽ കിതാബ വജഅലനി നബിയ്യ, ഞാൻ അള്ളാന്റെ നബിയാണ്, ഞാൻ അള്ളാന്റെ അടിമയാണ്, എനിക്ക് അല്ലാഹു തആല കിതാബ് തരും, എന്നെ നബിയാക്കുകയും ചെയ്യും എന്ന് ആ കുട്ടി സംസാരിച്ചു. ഈസാ നബീനെ പറ്റി ജൂതന്മാര് ഇത്രയും വൃത്തികെട്ട ഒരു ആരോപണം പറഞ്ഞിട്ടും ബൈബിളിൽ ഈ ഒരു പരാമർശം കൊടുത്തിട്ടില്ല. ഖുർആനാണ് ഈസാ നബിയുടെ ജനനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്രയും വലിയ ഭംഗിയുള്ള ഒരു പരാമർശം കൊടുത്തിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുക. പിന്നെ അദ്ദേഹത്തിൻ്റെ മുഅ്ജിസത്തുകളായി ഒരുപാട് പറയുന്നു.
പക്ഷിയുടെ രൂപത്തിൽ കളിമണ്ണുണ്ടാക്കും, കളിമണ്ണ് കൊണ്ട് പക്ഷിയുടെ രൂപം ഉണ്ടാക്കും. ഞാൻ അതിൽ ഊതും, ഫയകൂനു തൈറൻ ബിഇദ്നില്ലാ, അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരം അത് പക്ഷിയായി മാറും. വ ഉബ്രിഉൽ അക്മഹ വൽ അബ്റസ, ജന്മന അന്ധന്മാരായ ജന്മന പാണ്ഡുരോഗികളായ ആളുകളെ ഞാൻ ചികിത്സിച്ച് ഭേദപ്പെടുത്തും. വ ഉഹീൽ മൗത ബിഇദ്നില്ലാ, മരണപ്പെട്ടു പോയവരെ അള്ളാഹിൻ്റെ അനുമതി പ്രകാരം ഞാൻ ജീവിപ്പിക്കും. വ ഉനബ്ബിഉക്കും ബിമാ തഅകുലൂന വമാ തദ്ഖിറൂന ഫീ ബുയൂത്തിക്കും, നിങ്ങൾ കഴിച്ച ഭക്ഷണം ഏതാണ് എന്നും വീട്ടിലിരിക്കുന്ന ഭക്ഷണം ഏതാണെന്നും എനിക്ക് പറഞ്ഞു തരാൻ കഴിയും. അങ്ങനെ ഒരുപാട് മുഅ്ജിസത്തുകൾ ഈസാ അലൈഹിസ്സലാമിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ മുസ്ലിയാക്കന്മാർ ഈ സംഭവത്തെ എടുത്തു വെച്ചുകൊണ്ട് ഔലിയാക്കന്മാരുമായി ചേർത്തുകൊണ്ട് പറയും, ഔലിയാക്കൾ മരിച്ചവരെ ജീവിപ്പിക്കും. ജീവിപ്പിച്ച കഥയുണ്ട്. അപ്പം കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു മുസ്ലിയാരുടെ പ്രസംഗം കേട്ട്, ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ ഒരു പാതിരിയുമായിട്ട് വാദപ്രതിവാദം നടത്തി. അള്ളാഹു അല നടത്തിയില്ലോ എന്ന് എനിക്കറിയില്ല. വാദപ്രതിവാദം നടത്തി. അപ്പോൾ വാദപ്രതിവാദം നടത്തിയപ്പോൾ പാതിരി പറഞ്ഞു അത്രേ, ഈസാ നബി അലൈഹി സ്വലാം മരിച്ചവരെ ജീവിപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് മുഹമ്മദ് നബിയുടെ ഇത് താരതമ്യമാണ് അവർ നടത്തുന്നത്. അപ്പോൾ പറഞ്ഞ് ഒരു മരണപ്പെട്ട മയ്യത്ത് ഇപ്പോൾ കൊണ്ടുവന്ന് ഞാൻ ജീവിപ്പിച്ച് കാണിച്ചു തരാമെന്ന് ആര് പറഞ്ഞു? ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞു. എന്തെല്ലാം തോന്നിയസങ്ങളായി പറയണത്. അയാളങ്ങനെ പറഞ്ഞിട്ടുണ്ടാവില്ലായിരിക്കും, അങ്ങനെ പറയാൻ സാധ്യതയില്ല. ഇനി അങ്ങനെ പറഞ്ഞെങ്കിൽ തന്നെ ഏറ്റവും വലിയ വിഡിത്തരല്ല പറയണത്. കാരണം മുഅ്ജിസത്തുകൾ എന്നുള്ളത് ഒരിക്കലും ഒരു പ്രവാചകനും ആഗ്രഹിക്കുന്ന സമയത്ത് പ്രകടിപ്പിക്കാൻ കഴിയുന്ന കാര്യമല്ല. ഏത് മുഅ്ജിസത്ത്? മുഅ്ജിസത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു നബിയായി വരുമ്പോൾ ദഅവത്തിൻ്റെ ഭാഗമായി മുഅ്ജിസത്ത് അവർക്ക് നിർബന്ധമാണ്, ദഅവത്തിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ അവരിലൂടെ അത്ഭുത കാര്യങ്ങൾ പ്രകടമാകും, ഇഷ്ടമല്ലെങ്കിൽ പോലും അവർക്ക്. ഇപ്പം ഏതെങ്കിലും ഒരു ആൾ ആഗ്രഹിക്കുന്നുണ്ടോ താൻ പിതാവിൻ്റെ സാമീപ്യമില്ലാതെ ജനിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഇല്ല. പക്ഷേ ഈസാ അലൈഹിസ്സലാം മുഅ്ജിസത്തിൻ്റെ ഭാഗമായി തന്നെയാണ് ജനനം. ഇഷ്ടമല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ അവിടെ ഉണ്ടാകും. കാരണം വിമർശനങ്ങൾ പല കോലത്തിലായിരിക്കും വരിക. അവയെ അഭിമുഖീകരിക്കാൻ കഴിയുക എന്നുള്ളത് പ്രയാസമുള്ള കാര്യമാണ്. എങ്കിലും അവരിലൂടെ മുഅ്ജിസത്തുകൾ അല്ലാഹു പ്രകടമാക്കും, ദഅവത്തിൻ്റെ ഭാഗമാണ്. എന്നാൽ ഈ മുഅ്ജിസത്ത് അവർ ആഗ്രഹിക്കുമ്പോൾ ഉണ്ടാകുമോ? ഇല്ല. ഞാൻ നബി ആഗ്രഹിക്കുകയാണ് ഇപ്പം ഇന്ന കാര്യം നടപ്പിലാക്കണം, ഒരിക്കലും ഉണ്ടാവില്ല. അത് അല്ലാഹു അവരിലൂടെ അവൻ ഇച്ഛിക്കുമ്പോൾ മാത്രമാണ്, ഉദ്ദേശിക്കുമ്പോൾ മാത്രമാണ് ഉണ്ടാവുക. അതുപോലെ തന്നെ ഒരു കാര്യം മുഅ്ജിസത്തായി വന്നു കഴിയുമ്പോൾ അത് മുഅ്ജിസത്താണ് എന്ന് അല്ലാഹു പറയുമ്പോഴാണ് അവർക്ക് മനസ്സിലാവുകയുള്ളൂ ഇത് മുഅ്ജിസത്താണ് എന്നുള്ളത്. ഇപ്പോൾ ഫിർഔന്റെ കൊട്ടാരത്തിലേക്ക് കയറി ചെന്ന മൂസ അലൈഹിസ്സലാം, അദ്ദേഹത്തോട് അല്ലാഹു പറഞ്ഞത് എന്താ? വമാ തിൽക ബിയമീനിക യാ മൂസ, മൂസ കയ്യിൽ എന്താണ്? ഖാല ഹിയ അസായ, എൻ്റെ വടിയാണത്. അതവക്കു അലൈഹ വഅഹ്ശു ബിഹാ അലാ ഗനമി വലിയ ഫിഹാ മആരിബ ഉഖ്റ, ഇതെൻ്റെ വടിയാണ്, ഞാൻ കുത്തിപ്പിടിച്ച് നിൽക്കും, എൻ്റെ ആടുകൾക്ക് ഇല തല്ലിയിട്ട് കൊടുക്കും, വേറെ ഒരുപാട് ഉപകാരങ്ങൾ അതുകൊണ്ടുണ്ട്. അള്ളാഹു പറഞ്ഞു അൽഖിഹാ യാ മൂസ, അത് താഴെ ഇടും മൂസ. ഫഅൽഖാഹ, അത് താഴെ ഇട്ടപ്പോൾ ഫൈദാ ഹിയ ഹയ്യത്തുൻ തസ്അ, അതൊരു ഘോര സർപ്പമായി മാറി. പാമ്പിനെ കണ്ടപ്പോൾ മൂസ അലൈഹിസ്സലാം ഇത് അള്ളാഹുവിൻ്റെ മുഅ്ജിസത്താണ്, അള്ളാഹ് തന്നല്ലേ എന്ന് കരുതി ഭയപ്പെടാണ്ടൊന്നുമില്ല. പാമ്പിനെ കണ്ടപ്പോൾ അദ്ദേഹം ഓടി. അപ്പൊ അള്ളാഹു പറഞ്ഞു ഖുദ്ഹ, പിടിച്ചോളൂ, വലാ തഖഫ്, ഭയപ്പെടണ്ട, സനുഈദുഹ സീറത്തഹൽ ഊല, അതിൻ്റെ ആദ്യത്തെ കോലത്തിലേക്ക് ഞാൻ അതിനെ മാറ്റിക്കോളാന്ന് പറഞ്ഞു. മൂസ അലൈഹിസ്സലാം പേടിച്ചാ പിടിക്കുന്നത് പാമ്പല്ലേ, അപ്പോൾ പഴയ വടിയായി മാറി. അപ്പം മുഅ്ജിസത്ത് പ്രകടമാകുന്ന ആളുകൾക്ക് പോലും
അള്ളാഹു അത് വ്യക്തമാക്കി കൊടുക്കണം, ഇത് മുഅ്ജിസത്താണ് എന്ന്. അപ്പോഴേ അവർക്ക് അത് മനസ്സിലാകുള്ളൂ. അല്ലെങ്കിൽ അള്ളാഹു മുന്നറിയിപ്പ് കൊടുക്കും, മുൻകൂട്ടി പറഞ്ഞു കൊടുക്കും ഇന്നാലിന സംഭവം ഉണ്ടാകും എന്നുള്ളത്. നൂഹ് അലൈഹിസ്സലാമിനോട് പറഞ്ഞ സംഭവം, പ്രളയം ഉണ്ടാകുമ്പോൾ തയ്യാറായി നിൽക്കുക, കപ്പലും കാര്യങ്ങളൊക്കെ തയ്യാറാക്കി നിൽക്കുക. എന്തുണ്ടാകും? പ്രളയമുണ്ടാകും. ആ അടുപ്പിൽ നിന്ന് ആണ് പ്രളയം ആരംഭിച്ചത്. വെള്ളം പൊങ്ങിയത് അടുപ്പിൽ നിന്നാണ്. അടുപ്പിൽ നിന്ന് വെള്ളം പൊങ്ങാന്ന് പറഞ്ഞാൽ വെള്ളം പൊങ്ങാൻ തീരെ സാധ്യതയില്ലാത്ത പ്രദേശമാണ് അടുപ്പ്. അവിടുന്ന് വെള്ളം പൊങ്ങുന്നത്. പിന്നെ എല്ലാ ഭാഗത്തുനിന്നും വെള്ളം പൊങ്ങാൻ തുടങ്ങി അല്ലേ? അപ്പം അത് മുൻകൂട്ടി അറിയിച്ചു കൊടുക്കും. ഏതായാലും ഒരുപാട് മുഅ്ജിസാത്തുകൾ അല്ലാഹു തആല ഈസ അലൈഹിസ്സലാമിലൂടെ പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ബനൂ ഇസ്രായേലിലേക്ക് ഈസാ നബി അലൈഹിസ്സലാമിനെ അള്ളാഹു നിയോഗിക്കുമ്പോൾ ഓരോ പ്രവാചകന്മാർക്കും നിയോഗ ലക്ഷ്യമുണ്ട്. ഈസാ അലൈഹിസ്സലാമിന്റെ നിയോഗ ലക്ഷ്യം ഖുർആൻ പറയുന്നുണ്ട്. അതാണ് ഈസാ അലൈഹിസ്സലാമിനെ ജൂതന്മാർ ഇത്ര എതിർക്കാനുള്ള കാരണം. ഈസാ അലൈഹിസ്സലാമിന്റെ വിഷയത്തിൽ നസാറാക്കൾ ഇത്രയും മോശമായ വാദമുന്നയിക്കാനുള്ള കാരണവും അദ്ദേഹത്തിൻ്റെ നിയോഗ ലക്ഷ്യം എന്താണെന്നുള്ള വിഷയത്തിലാണ്. അത് അള്ളാഹു പറയുന്നുണ്ട്. വഇദ് ഖാല ഈസ ഇബ്നു മറിയം, മറിയമിന്റെ പുത്രൻ ഈസ പറഞ്ഞ സന്ദർഭം, യാ ബനി ഇസ്രായീൽ, അല്ലയോ ഇസ്രായേലുകാരെ, ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും, ഞാൻ നിങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട റസൂലാണ്. മുസദ്ദിഖൻ ലിമാ ബൈന യദയ്യ മിനത് തൗറാത്ത്, നിങ്ങളുടെ കയ്യിലുള്ള തൗറാത്തിനെ ശരിയായി അംഗീകരിക്കുന്ന നിലയിൽ, അതിനെ സത്യമായി അംഗീകരിക്കുന്ന നിലയിൽ. അപ്പോൾ മൂസാ നബിയുടെ കാലഘട്ടത്തിൽ ഉണ്ടായ അദ്ദേഹത്തിൽ അള്ളാഹു ഇറക്കിക്കൊടുത്ത തൗറാത്ത്, ആ തൗറാത്തിനെ അംഗീകരിച്ചുകൊണ്ടാണ് ഈസാ അലൈഹിസ്സലാമിൻ്റെ വരവ്. എന്നിട്ട് ആ ദൗത്യം അദ്ദേഹം പറയുന്നുണ്ട്. എൻ്റെ വരവിൻ്റെ ലക്ഷ്യമെന്താ? മുബശ്ശിറൻ, ഞാനൊരു സന്തോഷ വാർത്തയുമായിട്ടാണ് വരുന്നത്. ഏതാ സന്തോഷ വാർത്ത? ബിറസൂലിൻ യഅതി മിൻ ബഅദി ഇസ്മുഹു അഹ്മദ്, എനിക്ക് ശേഷം അഹ്മദ് എന്ന പേരുള്ള ഒരു റസൂൽ വരാനുണ്ട്. ആ സന്തോഷ വാർത്തയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അതാണ് ഇവർക്ക് പറ്റാതെ വന്നത്. അതിനുശേഷം അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ നടപ്പിലാക്കി, ഒരുപാട് പ്രബോധന പ്രവർത്തനങ്ങൾ ശക്തമാക്കി. ആ പ്രബോധന പ്രവർത്തനങ്ങൾ ശക്തമാക്കിയപ്പോൾ ഇദ്ദേഹത്തെ മുന്നോട്ട് കൊണ്ടുപോയാൽ ബനൂ ഇസ്രായേലുകാർ ജൂതന്മാരുടെ നിലനിൽപ്പിനെ അത് ബാധിക്കും എന്ന് മനസ്സിലാക്കിയപ്പോൾ അവർ ഈസാ അലൈഹിസ്സലാമിനെ കൊന്നുകളയാൻ തീരുമാനിച്ചു. ഈസാ അലൈഹിസ്സലാമിനെ കൊന്നുകളയാൻ തീരുമാനിച്ചപ്പോൾ ഈസാ അലൈഹിസ്സലാമും 12 അനുചരന്മാരും ഒരു വീട്ടിൽ പോയി ഒളിച്ചു. അവർ വളഞ്ഞ് മൊത്തം അന്വേഷിച്ച് നടക്കുക. വീട്ടിൽ പോയി ഒളിച്ചു. ആ വീട് വളയുന്ന ഘട്ടം വന്നപ്പോ ഈസാ അലൈഹിസ്സലാം അവരോട് ചോദിച്ചു, അയ്യുക്കും യൽഖാ അലൈഹി ശബ്ഹി ഫയഖ്തുലു മക്കാനി, എൻ്റെ സ്ഥാനത്ത് എൻ്റെ രൂപത്തിൽ ഇരിക്കാൻ തയ്യാറുള്ള ആൾ നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണ്? ഒരാൾ തയ്യാറായാൽ അയാൾക്ക് അള്ളാഹു എൻ്റെ രൂപം കൊടുക്കും. അങ്ങനെ ഇരിക്കാൻ തയ്യാറുള്ള ആൾ ആരാണ്? അയാൾ കൊല ചെയ്യപ്പെടും. അങ്ങനെ കൊല ചെയ്യപ്പെട്ടാൽ അയാൾക്ക് ഷഹീദിന്റെ പദവി കിട്ടും, സ്വർഗപ്രവേശനം കിട്ടും. അതിന് തയ്യാറുള്ള ആൾ ആരാണ്? ഒരാൾ തയ്യാറായി. ഫഖാല റജുലുൻ മിൻ അസ്ഹാബിഹി, അദ്ദേഹത്തിന്റെ സഹാബികളിൽ നിന്നും ഒരാൾ പറഞ്ഞു, അന യാ റസൂലല്ലാഹ്, ഞാൻ അങ്ങനെ ചെയ്യാം. ഫഅൽഖ അലൈഹി ശബ്ഹഹു, അദ്ദേഹത്തിന്റെ രൂപം അല്ലാഹു തആല ആ വ്യക്തിക്ക് കൊടുക്കുകയും ഫഖതലൂഹു, അവരെല്ലാവരും അദ്ദേഹത്തെ കൊല്ലുകയും ചെയ്തു. കൂടിയിരുന്ന ആളുകൾ കൊല്ലുകയും ചെയ്തു. അങ്ങനെയാണ് ഈ സാദൃശ്യമുള്ള ആളുകൾ അവർ പറയുന്നത് ഈസാ നബിയെ അവർ കൊന്നു എന്ന് പറയാനുള്ള കാരണം അതാണ്. അവിടെ നമ്മുടെ വിശ്വാസം, അതാണ് നമ്മുടെ ഈ ഇന്നത്തെ ക്ലാസ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. നമ്മുടെ വിശ്വാസം എന്താ? അദ്ദേഹം കൊല ചെയ്യപ്പെട്ടിട്ടില്ല. ഈസാ അലൈഹിസ്സലാം കൊല ചെയ്യപ്പെട്ടിട്ടില്ല. വഖൗലിഹിം ഇന്നാ ഖതൽനൽ മസീഹ ഈസ ഇബ്ന മറിയം റസൂലല്ലാഹി,
അള്ളാഹുവിന്റെ റസൂലായ ഈസ ഇബ്നു മറിയമിനെ ഞങ്ങൾ കൊന്നു എന്ന് അവർ പറഞ്ഞു. എന്നാൽ വമാ ഖതലൂഹു, അദ്ദേഹത്തെ അവർ കൊന്നിട്ടില്ല. വമാ സലബൂഹു, അദ്ദേഹത്തെ അവർ ക്രൂശിച്ചിട്ടുമില്ല, കുരിശിലേറ്റിയിട്ടുമില്ല. വലാകിൻ ശുബ്ബിഹ ലഹും, അവർക്ക് സാദൃശ്യമാക്കപ്പെടുകയാണ് ചെയ്തത്. രണ്ട് ടീമുകൾക്കുള്ള മറുപടിയാണ് കൊടുത്തത്. വമാ ഖതലൂഹു എന്നുള്ളത് ആർക്കുള്ള മറുപടിയാ? ജൂതമാർക്കുള്ള മറുപടി. വമാ സലബൂഹു, കുരിശിലേറ്റിയിട്ടില്ല എന്നുള്ള ആർക്കുള്ള മറുപടിയാ? നസാറാക്കളുടെ മറുപടി. നസാറാക്കൾ പറഞ്ഞ എന്തിനാ? എന്താ? ഈസ അലൈഹിസ്സലാം കുരിശിലേറി ക്രൂശിക്കപ്പെട്ടത് ഇവരുടെ പാപവുമായിട്ട് പോയി എന്നുള്ളതാണ്. അങ്ങനെ കുരിശിലേറ്റിയിട്ടില്ല. വലാകിൻ ശുബ്ബിഹ ലഹും, തശ്ബീഹ് എന്ന് പറഞ്ഞാൽ രൂപസാദൃശ്യം ഉണ്ടാക്കി കാണിച്ചു കൊടുക്കപ്പെട്ടു. വമാ ഖതലൂഹു യഖീന, ആ ആയത്ത് അവസാനിക്കുന്നത് അങ്ങനെയാ. വമാ ഖതലൂഹു യഖീന, ഉറപ്പായും അദ്ദേഹത്തെ അവർ കൊന്നിട്ടില്ല. ബൽ റഫഅഹുല്ലാഹു അലൈഹിം സലാം റഫഅഹുല്ലാഹു ഇലൈഹി, അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടുകയാണ് ഉണ്ടായത്. അത്ര തന്നെ. ഖുർആൻ വളരെ വ്യക്തമായി അദ്ദേഹത്തിന്റെ വിഷയത്തിൽ നിലപാട് പറഞ്ഞു. അപ്പോൾ ഒന്നാമത് നമ്മൾ അദ്ദേഹത്തിന്റെ വിഷയത്തിൽ വിശ്വസിക്കേണ്ട കാര്യം, അദ്ദേഹം കൊല ചെയ്യപ്പെട്ടിട്ടില്ല, അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെട്ടു. കൊല ചെയ്യപ്പെട്ടത് രൂപസാദൃശ്യമുള്ള ആളാണ്. ആ 12 ആളുകളിൽ 12 ശിഷ്യന്മാരായിരുന്നു ഈസാ അലൈഹിസ്സലാമിനുണ്ടായിരുന്നത്. ഈസാ നബി അലൈഹി സ്വലാമിന്റെ 12 ശിഷ്യന്മാരിൽ ഒരു ശിഷ്യൻ കേരളത്തിൽ വന്നിട്ടുണ്ട്. അറിയില്ലേ? മലയാറ്റൂര് അവരുടെ ശ്മശാനം ഉള്ളത് ആ വ്യക്തിയുടെ പേരിലാണ്. തോമാസ് ലീഹ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു ശിഷ്യനാണെന്നാണ് പറയപ്പെടുന്നത്. ആണോ അല്ലയോ എന്നറിയില്ല, വന്നത് അദ്ദേഹമാണോ ഇല്ലയോ എന്നറിയില്ല. പക്ഷേ തോമാസ് ലീഹ അദ്ദേഹത്തിൻ്റെ ശിഷ്യനാണ്. ഈ 12 പേരിൽ ഒരാളാണ്. ഈ വന്ന ആൾ അദ്ദേഹമാണെന്നറിയില്ല. എന്തും ആകട്ടെ, രണ്ടാമത്തെ നമ്മുടെ വിശ്വാസം, ഞാൻ പറയണത് മനസ്സിലാകുന്നില്ലേ? കാര്യങ്ങൾ ക്ലിയർ അല്ലേ? രണ്ടാമത്തെ വിശ്വാസം, അദ്ദേഹം തിരിച്ചു വരും. അത് വലിയ വിശ്വാസമാണ്. അദ്ദേഹം തിരിച്ചു വരും. വഇന്നഹു ലഇൽമുൻ ലിസ്സാഅതി ഫലാ തംതറുന്ന ബിഹാ. വഇന്നഹു ഈസാ അലൈഹിസ്സലാം ലഇൽമുൻ ലിസ്സാഅതി, അന്ത്യനാളിന്റെ അടയാളമാണ്. ഈസാ നബിയുടെ വരവ് അന്ത്യനാളിന്റെ അടയാളമാണ്. ഇനി വരും. ഫലാ തംതറുന്ന ബിഹാ, നിങ്ങൾ ആ വിഷയത്തിൽ എന്ത് ചെയ്യേണ്ട? തർക്കിക്കുകയോ സംശയിക്കുകയോ ചെയ്യേണ്ടതില്ല. ആ ആയത്തിന്റെ വിശദീകരണത്തിൽ മഹാനായ റഈസുൽ മുഫസ്സിർ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഹുവ ഖുറൂജു ഈസ ഇബ്നു മറിയം, ഈസാ നബി അലൈഹിസ്സലാമിന്റെ വരവാണ്, മടങ്ങി വരവാണ്. അല്ലാഹു തആല അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവരും. വഇൻ മിൻ അഹ്ലിൽ കിതാബി ഇല്ലാ ലയുഅ്മിനന്ന ബിഹി ഖബ്ല മൗതിഹി. ഈസാ അലൈഹിസ്സലാം മരിക്കുന്നതിന് മുമ്പ് യഥാർത്ഥ അഹ്ലി കിതാബികളായ ആളുകൾ മുഴുവനും അദ്ദേഹത്തിൽ വിശ്വസിക്കും. എല്ലാ അഹ്ലി കിതാബികൾ എന്ന് പറഞ്ഞവൻ ആൾക്കാരല്ല, ഒറിജിനൽ അഹ്ലി കിതാബികൾ. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞില്ലേ, യഥാർത്ഥ ശരിയായ അഹ്ലി കിതാബികളിൽ നിന്ന് വിവാഹം കഴിക്കാം എന്ന് പറഞ്ഞ വിഷയമില്ലേ? കഴിഞ്ഞ ക്ലാസ്സിലല്ലേ അത് പറഞ്ഞത്? വിവാഹം കഴിക്കണ വിഷയം നിങ്ങൾ മറന്നുപോയോ? ആ പറഞ്ഞ ടീം, ആ ഒറിജിനൽ അഹ്ലി കിതാബികൾ, ആ അഹ്ലി കിതാബികൾ മുഴുവനും ഈസാ അലൈഹിസ്സലാം മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിൽ വിശ്വസിക്കും. പിന്നെ അദ്ദേഹത്തിന്റെ ഇറങ്ങലുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കുറെ കാര്യങ്ങൾ. നമ്മളുടെ അഖീദയെ ഉറപ്പിക്കാനുള്ള കുറെ വിഷയങ്ങൾ അവിടെയുണ്ട്. അദ്ദേഹത്തിന്റെ ഇറക്കവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അനവധി ഹദീസുകൾ വന്നിട്ടുണ്ട്. അനവധി ഹദീസുകൾ, മുത്തവാത്തിർ എന്ന് തന്നെ പറയാം. മുത്തവാത്തിർ എന്ന് പറഞ്ഞാൽ എന്താണ് അതിനർത്ഥം? മുത്തവാത്തിറുമുണ്ട്, ഖബർ ആഹാദുമുണ്ട്. ഹദീസുകളുടെ കൂട്ടത്തിൽ 2 ഇനം ഹദീസുകളുണ്ട്. മുത്തവാത്തിറായ ഹദീസുകൾ എന്ന് പറഞ്ഞാൽ നിരവധി പരമ്പരകളിലൂടെ വന്നിട്ടുണ്ടാകും. നിരവധി പരമ്പരകൾ, ഒരിക്കലും നിഷേധിക്കാൻ കഴിയില്ല. ഒരിക്കലും നിഷേധിക്കാൻ കഴിയാത്ത തരത്തിൽ നിരവധി പരമ്പരകൾ വഴി വരുന്ന ഹദീസുകൾ. അങ്ങനെയുള്ള ഹദീസുകളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ് ഈസാ അലൈഹിസ്സലാമിന്റെ വരവ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വർത്തമാനം ഇതാണ്, നമ്മൾ ഒരിക്കൽ മഹ്ദിയെ പറ്റി പറഞ്ഞപ്പോൾ ഈ വിഷയം ഒന്ന് വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു. ഫയൻസിലു ഇൻദൽ മനാറത്തിൽ ബൈളാഇ ശർഖിയ്യി ദിമിഷ്ക ബൈന മഹ്റൂദതൈനി. ദിമഷ്കിലെ കിഴക്കൻ പ്രവിശ്യയിലുള്ള ഒരു പള്ളിയുടെ വെളുത്ത മിനാരത്തിന്റെ മുകളിൽ ഈസാ അലൈഹിസ്സലാം ഇറങ്ങും.
എത്ര കറക്റ്റായിട്ടാണ് ആ പറയുന്നത്. ഇറങ്ങുമ്പോൾ അദ്ദേഹം ധരിച്ചിരിക്കുന്ന വസ്ത്രം 2 മഞ്ഞ നിറത്തിലുള്ള വസ്ത്രമായിരിക്കും. മഞ്ഞ നിറത്തിലുള്ള 2 വസ്ത്രം അദ്ദേഹം ധരിച്ചിട്ടുണ്ടാകും. വാലിഅൻ കഫൈഹി അല അജ്നഹത്തി മലക്കൈനി, 2 മലക്കുകളുടെ ചിറകുകളുടെ മുകളിൽ കൈ കുത്തി വെച്ചുകൊണ്ടായിരിക്കും അദ്ദേഹം വരിക. അന ഔലൻ നാസി ബിഈസ ഇബ്നു മറിയം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുക. വേറൊരു ഹദീസാണിത്. ഈസാ നബിയുടെ വിഷയത്തിൽ ഞാനാണ് അദ്ദേഹത്തിനോട് ഏറ്റവും അടുത്ത ആൾ. ലി അന്നഹു ലം യകും ബൈനി വ ബൈനഹു നബിയുൻ, എനിക്കും അദ്ദേഹത്തിൻ്റെയും ഇടയിൽ ഒരു നബിയില്ല, മുമ്പുമില്ല, ഇനി ശേഷമില്ല. ഈസാ നബിക്ക് ശേഷമുള്ള നബി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം ഈസാ നബി വരും. പക്ഷേ അദ്ദേഹം വരുന്നത് നബി ആയിട്ടല്ല വരുന്നത്. അത് നമുക്ക് ഇതിന്റെ അവസാനം വിശദീകരിക്കാം. എന്തായാലും അത് റസൂലുള്ളാഹിക്ക് ശേഷവും നബിയില്ല, മുമ്പും ഈസാ നബി അല്ലാണ്ട് വേറെ നബിയില്ല. വഇന്നഹു നാസിലുൻ, അദ്ദേഹം ഇറങ്ങി വരും. ഫഇദാ റഅയ്തുമൂഹു ഫഅരിഫൂഹു, അദ്ദേഹം ഇറങ്ങുമ്പോൾ അദ്ദേഹത്തെ നിങ്ങൾ തിരിച്ചറിയണം. എങ്ങനെ തിരിച്ചറിയ? അടയാളമുണ്ട്. റജുലുൻ മർബുഉൻ ഇലാൽ ഹുംറത്തി വൽ ബൈദാ, വെളുപ്പും ചുമപ്പും ഇടകലർന്ന നിറത്തിലുള്ള ഉയരം കൂടിയ ഒരു മനുഷ്യനായിരിക്കും അദ്ദേഹം. അലൈഹി സൗബാനി മുമസ്സറാനി, അദ്ദേഹത്തിന് മഞ്ഞ നിറത്തിലുള്ള 2 വസ്ത്രം അദ്ദേഹത്തിന്റെ ശരീരത്തിലുണ്ടാകും. കഅന്ന റഅസഹു യഖ്തുറു, അദ്ദേഹത്തിന്റെ തലയിൽ നിന്നും മുടിയിഴകളിൽ നിന്നും വെള്ളം ഇറ്റി വീണുകൊണ്ടേയിരിക്കും. വഇല്ലം യുസിബുഹു ബലലുൻ, തൊട്ടു നോക്കുമ്പോൾ നനവുണ്ടാവുകയില്ല, എങ്കിലും വെള്ളം ഇറ്റി വീണുകൊണ്ടേയിരിക്കും. ഫയദുഖു സലീബ, കുരിശുകൾ അദ്ദേഹം എന്ത് ചെയ്യും? ഉടയ്ക്കും. വയഖ്തുൽ ഖിൻസീർ, പന്നികളെ കൊല്ലും. വയദഉൽ ജിസിയ, നികുതി സ്ഥാപിക്കും. വയദഉൻ നാസ ഇലൽ ഇസ്ലാം, ഇസ്ലാമിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുകയും ചെയ്യും. ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ വിഷയത്തിൽ നമ്മളുടെ വിശ്വാസം അതാണ്. അങ്ങനെ വിശ്വസിക്കാൻ നമുക്ക് കഴിയണം. ഇറങ്ങുന്ന സമയവും കൂടെ ഹദീസിൽ വന്നിട്ടുണ്ട്. അതായത് ഇമാം മഹ്ദി വന്നതിന് ശേഷം, ഇമാം മഹ്ദി ഇറങ്ങല്ല കേട്ടോ, നമ്മളെ ആളുകൾ അറിയാതെ അങ്ങനെ പറയും മഹ്ദി ഇറങ്ങാനൊന്നുമില്ല. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് മഹ്ദിയുടെ ക്ലാസ്. മഹ്ദി ഇറങ്ങലല്ല. മഹ്ദി ഇമാം ഒരു സാധാരണ മനുഷ്യനാണ്. അദ്ദേഹത്തിന് അള്ളാഹു ഒരു നേതാവായിട്ട് ജനങ്ങൾക്കിടയിലേക്ക് നിയോഗിക്കുകയാണ്. ഇമാം മഹ്ദിയുടെ ആഗമനത്തിന്റെ കാലഘട്ടത്തിലാണ് ദജ്ജാലിന്റെ വരവെന്ന് പറഞ്ഞു. ദജ്ജാലും ഇതുപോലെ നമുക്കൊന്ന് വിശദീകരിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. ദജ്ജാലിന്റെ വിഷയത്തിൽ മസീഹ് എന്ന പദം ഉപയോഗിക്കുന്നുണ്ട്. ഈസാ നബിയുടെ പേരിലും മസീഹ് എന്ന പ്രയോഗമുണ്ട്. അതൊക്കെ എന്താ നമുക്ക് ആ ക്ലാസ്സിൽ വിശദീകരിക്കാം ഇൻഷാ അല്ലാഹ്. ദജ്ജാലിന്റെ ഇറങ്ങലാണ് ലോകം കണ്ടിട്ടില്ലാത്ത ഏറ്റവും വലിയ ഫിത്ന. അത്ര വലിയൊരു ഫിത്ന ലോകം അഭിമുഖീകരിച്ചിട്ടുണ്ടാവില്ല. നമ്മൾ കരുതുന്നത് ഇപ്പോഴത്തെ ഫിത്നയാണ് ഏറ്റവും വലിയ ഫിത്ന. അല്ല, ലോകം അഭിമുഖീകരിക്കാത്ത തരത്തിലുള്ള വലിയൊരു ഫിത്ന ദജ്ജാലിന്റെ വരവോടുകൂടി ഉണ്ടാകും. അപ്പൊ ദജ്ജാലിൽ നിന്നും രക്ഷ നേടിക്കൊണ്ട് ദജ്ജാലിനെതിരെ യുദ്ധതന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നതിന്റെ ഭാഗമായി മഹ്ദി ഇമാമും കൂട്ടരും ഒരു മലമുകളിൽ അഭയം പ്രാപിക്കും. ആ സന്ദർഭം ഹദീസിൽ വിശദീകരിക്കുന്നുണ്ട്. ഫബൈനമാഹും യുഇദ്ദൂന ലിൽ ഖിതാലി, അവരെല്ലാവരും യുദ്ധത്തിന് വേണ്ടി തയ്യാറായിരിക്കവേ, അതിനുള്ള ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കവേ, യുസവ്വൂന സുഫൂഫ, നമസ്കാരത്തിന് വേണ്ടി സഫുകൾ റെഡിയായി നിൽക്കും. ഇത് ഉഖീമത്തിസ് സ്വലാത്തു, അപ്പോൾ ഇഖാമത്ത് വിളിക്കപ്പെടും. ഫയൻസിലു ഈസ ഇബ്നു മറിയം, ആ സമയത്ത് ഈസാ നബി അലൈഹി സ്വലാം ഇറങ്ങി വരും. ഈസാ നബി അലൈഹി സ്വലാം ഇറങ്ങി വരും എന്ന് പറയുമ്പോൾ ഈസാ നബി അലൈഹി സ്വലാമിന്റെ ഇറങ്ങൽ പുതിയ നബി ആയിട്ടല്ല, ഞാൻ മുമ്പ് പറഞ്ഞല്ലോ. കാരണം എന്താ വെച്ചാൽ ഇവിടെ നമ്മൾ അറിയേണ്ടത് 1.25 ലക്ഷത്തോളം 1,24,000 പരം അംബിയാ മുർസലുകളാണ്. ഈ അംബിയാ മുർസലുകൾക്കെല്ലാം അള്ളാഹു എല്ലാ നബിമാരുമായിട്ടും അള്ളാഹു ഒരു കരാർ വാങ്ങിയിട്ടുണ്ട്. ശ്രദ്ധിച്ചേക്കണം, ഒരു കരാർ. എന്താ കരാർ? വഇദ് അഖദല്ലാഹു മീസാഖൻ നബിയ്യിന, അള്ളാഹു നബിമാരോട് ഒരു കരാർ വാങ്ങിയ സന്ദർഭം ഓർക്കുക. എന്താ കരാറ്? ലമാ ആതൈതുകും മിൻ കിതാബിൻ വഹിക്മത്തിൻ,
നിങ്ങൾക്ക് കിതാബും അറിവും ഹിക്മത്ത് എന്ന് പറഞ്ഞാൽ നുബുവത്തും എല്ലാം തന്നു, നബിയാക്കി റസൂലാക്കി കിതാബൊക്കെ തന്നിട്ടുണ്ട്, ശരി തന്നെ. പക്ഷേ സുമ്മ ജാഅക്കും റസൂലും മുസദ്ദിഖുൻ ലിമാ മഅക്കും, നിങ്ങളുടെ കയ്യിലുള്ള ഈ വേദങ്ങളും കിതാബുകളും ഏടുകളും ശരിയാണെന്ന് അംഗീകരിക്കുന്ന ഒരു റസൂൽ വരും. ആ റസൂൽ വന്നാൽ ലതുഅ്മിനന്ന ബിഹി വലതൻസുറുന്നഹു, ലതുഅ്മിനുന്ന ബിഹി വലതൻസുറന്നഹു, ആ നബിയെ നിങ്ങൾ വിശ്വസിക്കുകയും സഹായിക്കുകയും ചെയ്യണം എന്നൊരു കരാർ എല്ലാ നബിമാരോടും അല്ലാഹു തആല വാങ്ങിയിട്ടുണ്ട്. അപ്പോ 1.25 ലക്ഷം പ്രവാചകന്മാർ നബിമാരിൽ ഏതൊരു നബിയാണോ ആ നബി ഇന്ന് തിരിച്ചു വന്നാൽ ആ നബി നബിയായിട്ടല്ല വരുന്നത്. ആ നബി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമുദായത്തിൽപ്പെട്ട ഒരു പ്രജയായിട്ടായിരിക്കും വരിക. ആ നബിയുടെ ഉത്തരവാദിത്തം എന്താ? ഖുർആനും സുന്നത്തും അനുസരിച്ച് ഇവിടെ പ്രബോധനം ചെയ്യൽ അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തമാണ്. ഖാല, അല്ലാഹു തആല അവരോട് ചോദിച്ചു, ആ അഖ്റർതും, നിങ്ങൾ സമ്മതിച്ചില്ലേ? എല്ലാവരോടും ചോദിച്ചു, നിങ്ങൾ സമ്മതിച്ചില്ലേ? വഅഖദ്തും അലാ ദാലിക മിസ്രി, ഈ കരാർ നിങ്ങൾ പാലിക്കാൻ തയ്യാറല്ലേ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, അഖ്റർനാ, ഞങ്ങൾ അത് സമ്മതിച്ചിരിക്കുന്നു. ഫശ്ഹദു വഅന മഅക്കും മിനശ് ഷാഹിദീൻ, നിങ്ങൾ സാക്ഷികളാകൂ, ഞാനും നിങ്ങളോടൊപ്പം സാക്ഷികളാണ്. അപ്പോൾ വലിയൊരു വിഷയമാണത്. അപ്പോൾ ഈസാ അലൈഹിസ്സലാം ഇനി വരുമ്പോൾ അദ്ദേഹം വരുന്നത് ആ നബി ആയിട്ടല്ല, മറിച്ച് അദ്ദേഹം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു സമുദായത്തിന്റെ അംഗമായിട്ടാണ്. അതിന്റെ കാരണം കൂടി ഉണ്ട്. വിളിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല, റസൂലായിരുന്നല്ലോ അദ്ദേഹം, സാധാരണക്കാരനല്ലല്ലോ അദ്ദേഹം. അദ്ദേഹത്തിന് നുബുവത്തില്ല എന്നല്ലോ, അദ്ദേഹം റസൂലായിരുന്നു. എല്ലാ നബിമാരും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ നൂഹ് നബി ആണെങ്കിലും നൂഹ് നബിയെ നമ്മളിപ്പോൾ നൂഹ് നബി അലൈഹിസ്സലാം എന്നാണ് പറയുന്നത്, നബിയായിട്ട് തന്നെയാണ്. ഇപ്പോഴും നബി എന്ന പേര് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ നബിയുടെ ദൗത്യം, ഒരു നബി വരുമ്പോൾ ആ നബിയുടെ ചുമതല അവർക്കില്ല. അത് ആ ഹദീസ് ദുർബലമായ ഒരു ഹദീസാണ്. രണ്ട് ഇല്ലത്തുകൾ അതിന് പ്രത്യേകമായി രേഖപ്പെടുന്നത്. റസൂലുള്ളാഹിയുടെ ഖബറിന്റെ അരികിൽ പോയിട്ട് വിളിക്കുന്നല്ലേ പറഞ്ഞത്. അത് ഇതുമായിട്ട് ബന്ധമില്ലല്ലോ. നമുക്ക് വിശദീകരിക്കാൻ ഇൻഷാ അല്ലാഹ്. എന്തുമാകട്ടെ, അപ്പൊ അതാണ് ഈ ഹദീസുമായി ഈ ഈസാ നബിയുടെ ഇറങ്ങലുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ അറിയേണ്ടത്. ആ വിഷയത്തെ, ഈ ആയത്തും ആ വിഷയവും വിശദീകരിച്ചുകൊണ്ട് അടുത്ത ഹദീസ് കൂടെ ഉണ്ട്. വ ഇമാമുഹും, അവരുടെ ഇമാം റജുലുൻ സ്വാലിഹുൻ, ഒരു സ്വാലിഹായ മനുഷ്യനാണ്. ആ കാലഘട്ടത്തിൽ ആ കാലഘട്ടത്തിലെ ഇമാമിനെ പറ്റിയാ പറയുന്നത്. ഫബൈനമാ ഇമാമുഹും ഖദ് തഖദ്ദമ യുസല്ലി ബിഹിമുസ് സുബ്ഹ്, അവരുടെ ഇമാം സുബഹി നമസ്കരിക്കാൻ വേണ്ടി മുന്നിലേക്ക് വരുമ്പോൾ ഇദ് നസല അലൈഹിം ഈസാ ഇബ്നു മറിയം അസ്സുബ്ഹ്, ആ സുബഹി സമയത്താണ് ഈസാ ഇബ്നു മറിയം ഇറങ്ങുന്നത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ മഹ്ദി ഇമാമിൻ്റെ വിഷയത്തിൽ ഈ ഭാഗം പറഞ്ഞിരുന്നു. എന്ത് ചെയ്യും? ഇമാമ് മാറി നിൽക്കും, ഈസാ അലൈഹിസ്സലാമിനോട് ഇമാമ് നിൽക്കാൻ പറയും. അപ്പോൾ ഫയളഉ ഈസാ യദഹു ബൈന കത്ഫൈഹി, മഹദിയുടെ രണ്ട് തോളിൽ ഈസാ അലൈഹിസ്സലാം കൈവച്ചിട്ട് പറയും, തഖദ്ദം ഫസല്ലി, നിങ്ങളാണ് മുന്നോട്ട് നിൽക്കേണ്ടത്, നിങ്ങൾ നമസ്കരിക്കുക. ഫഇന്നഹാ ലക ഉഖീമത്ത്, നിങ്ങൾക്ക് വേണ്ടിയാണ് ഇഖാമത്ത് വിളിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് പറയുകയും ഇമാം മഹദി ഇമാമായി നിൽക്കവേ ഈസാ അലൈഹിസ്സലാം മഅ്മൂമായി നമസ്കരിക്കുകയും ചെയ്യും. ഫഅമ്മക്കും ബികിതാബി റബ്ബിക്കും തബാറക വതആല, നിങ്ങളുടെ രക്ഷിതാവിൻ്റെ കിതാബ് അനുസരിച്ച് അദ്ദേഹം നേതൃത്വം കൊടുത്തുകൊണ്ട് അദ്ദേഹം ഭരിക്കും. വസുന്നത്തി നബിയിക്കും, നബിയുടെ സുന്നത്ത് അനുസരിച്ചുകൊണ്ട് അദ്ദേഹം ഇവിടെ ഭരിക്കുകയും ചെയ്യും. അപ്പോൾ ഈസാ അലൈഹിസ്സലാം ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് ചെയ്യുന്നത് ഫഇദൻ സറഫ, നിസ്കാരം കഴിഞ്ഞാൽ, ആ സുബഹി നിസ്കാരം കഴിഞ്ഞാൽ ഖാല ഈസ, അപ്പോൾ വലിയൊരു വീട്ടിലാണ്, ആ വീടിൻ്റെ വാതിലൊക്കെ അടച്ചിട്ട് ആണ് എല്ലാവരും നിസ്കരിക്കാൻ നിൽക്കുന്നത്. വീടാണോ പള്ളിയാണോ എന്തായാലും അവിടെ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ ഈ പറയപ്പെട്ട ഈസാ നബി വസല്ലം നിസ്കാരം കഴിഞ്ഞതിന് ശേഷം പറയും, ഇഫ്തഹുൽ ബാബ, വാതിൽ തുറക്കാൻ പറയും. എല്ലാവരും വാതിലടച്ചേക്കുക, കാരണം പുറത്ത് ദജ്ജാലുണ്ട്. ദജ്ജാലിനെ
അക്രമം ഭയപ്പെട്ടുകൊണ്ടാണ് വാതിലടച്ചിരിക്കുന്നത്. ഫയുഫ്തഹു വാതിൽ തുറക്കപ്പെടും. വവറഅഹു ദജ്ജാൽ, അപ്പോൾ പിന്നിൽ ദജ്ജാൽ ഉണ്ടാകും. മഅഹു 70 അൽഫ യഹൂദിയൻ, 70,000 ജൂതന്മാർ ഒപ്പമുണ്ടാകും, ദജ്ജാലിനോടൊപ്പം ഉണ്ടാകും. കുല്ലുഹും, ഇതാണ് പോയിന്റ്, കുല്ലുഹും ദൂ സൈഫിൻ മഹല്ല വസാജ്, അവരെല്ലാവരും ആയുധധാരികളായിരിക്കും, അവരെല്ലാവരും അവരുടെ പരമ്പരാഗത വേഷം ധരിച്ചവരുമായിരിക്കും. ജൂതന്മാരുടെ പരമ്പരാഗത വേഷം ധരിച്ച ആളുകൾ ലോകത്ത് ഈ പ്രദേശത്തുള്ള ആളുകൾ മാത്രമാണ്, കിഴക്കൻ ദിമിഷ്കിലുള്ള ആളുകൾ മാത്രമാണ് ജൂതന്മാരുടെ പരമ്പരാഗത വേഷം ധരിച്ച ആളുകൾ, വേറെ എവിടെയില്ല. ഞാൻ മഹദിയുടെ വിഷയത്തിൽ പറഞ്ഞല്ലോ, ഈസാ അലൈഹിസ്സലാം അറാമിക് ഭാഷയാണ് സംസാരിക്കുക. ആ അറാമിക് ഭാഷ സംസാരിക്കുന്ന ആളുകളും ഈ ദമിഷ്ക് പ്രദേശത്തുള്ള ആളുകൾ മാത്രമായിരിക്കും. അത്രയും കറക്റ്റാണ് കാര്യങ്ങൾ. ഇന്നും അത് തന്നെയാണ് വേഷം അവരുടെ. ഈ പറയപ്പെട്ട ജൂതന്മാർ ഈ പരമ്പരാഗത വേഷത്തിൽ ഇന്നും ഉണ്ട് അവിടെ. ഒരു പ്രത്യേകതരം ഒരു ഇതാണ്, അതായത് നമ്മളെ പള്ളിയിലൊക്കെ അച്ഛന്മാരൊക്കെ ഡ്രസ്സീസ് ഒരു നീളം കുപ്പായോ ഇവിടെ ഒരു തൊപ്പിയും ഒക്കെ ആയിട്ടുള്ള ഒരു പ്രത്യേക വേഷമാണത്, പരമ്പരാഗത വേഷം അവരുടെ. ഒരു കയറക്കാരയിൽ കെട്ടിയിട്ടുണ്ടാവും അവർക്ക്. അത് ഇന്നും ഉണ്ട്, അങ്ങനെ തന്നെയാണുള്ളത് ആ പ്രദേശത്തുള്ള ആളുകളൊക്കെ. പിന്നീട് സമൃദ്ധിയുടെ കാലമായിരിക്കും. ഞാനത് വായിച്ചിട്ടുണ്ടോ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ എന്നറിയില്ല. സമൃദ്ധിയുടെ കാലമായിരിക്കും പിന്നീട് ഉണ്ടാകുക. ഭൂമിയോട് അള്ളാഹു പറയും, അംബിത്തി സമറത്തക്കി, നീ നിന്റെ വിഭവങ്ങളെല്ലാം മുളപ്പിച്ചുണ്ടാക്കൂ. അങ്ങനെ ഭൂമിയിൽ സമൃദ്ധമായ വിളവുകൾ വരും. എല്ലാ ഈ വിഷാംശങ്ങളൊന്നും ഇല്ലാത്ത ഏറ്റവും സുഭിക്ഷമായ വിളവുകളായിരിക്കും ഭൂമിയിൽ ഉണ്ടാകുക. മാത്രമല്ല ഈ വിളവുകൾ വലിപ്പം കൊണ്ട് വളരെ വലുതായിരിക്കുന്ന പറഞ്ഞ, രുചി കൊണ്ടും വലിപ്പം കൊണ്ടും വളരെ വലുതായിരിക്കും. അന്ന് ഫയൗമഇദിൻ തഅക്കുലുൽ ഇസാബത്തു മിനർ റുമ്മാനത്തി വയസ്തദില്ലൂന ബിഖിഫിഹാ വയുബാരികു ഫിർറിസ്ലി. അതായത് ഒരു റുമ്മാൻ എടുത്താൽ അതിൻ്റെ പകുതി ഒരു വിഭാഗം ആൾ കഴിച്ചാൽ അതിൻ്റെ ആ പകുതിയുടെ തോട് തണലാക്കിയെടുക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ അത്രയും വിശാലമായ വലിയ തോടായിരിക്കും അതിൻ്റെ. എല്ലാം വിശാലമാകും എന്നർത്ഥം, സമൃദ്ധമാകുന്നൊരു കാലഘട്ടം വരെയും. അതേപോലെ എല്ലാ ആളുകളിലും അമ്നുണ്ടാകും, നിർഭയത്വമുണ്ടാകും. ഈസാ അലൈഹിസ്സലാം ഭൂമിയിൽ എത്ര കൊല്ലം ജീവിക്കും? 40 കൊല്ലം ജീവിക്കുമെന്ന് ഹദീസുണ്ട്. പക്ഷേ വേറൊരു റിപ്പോർട്ടിൽ സുമ്മ യംകുസു നാസു 7 സിനീന, 7 കൊല്ലം അദ്ദേഹം ജനങ്ങളുടെ ഇടയിൽ ജീവിക്കുമെന്നുള്ളതും ഹദീസുണ്ട്. അതിൻ്റെ കാരണം ആ ഹദീസ് രണ്ടും സ്വഹിയായ ഹദീസാണ്. രണ്ടും സ്വഹിയായ ഹദീസ് തന്നെയാണ്. 40 കൊല്ലം ജീവിക്കുമെന്നുള്ളതും 7 കൊല്ലം ജീവിക്കുമെന്നുള്ളതും സ്വഹിയായ ഹദീസാണ്. അതിനെ ജംഅ് ചെയ്തുകൊണ്ട് ഉലമാക്കൾ മുഹദ്ദിസുകൾ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈസാ അലൈഹിസ്സലാം ഇവിടെ ഭൂമിയിൽ തിരിച്ചു വന്നാൽ 7 കൊല്ലം ജീവിക്കുള്ളൂ. പക്ഷെ അദ്ദേഹം ഉയർത്തപ്പെടുന്ന സമയത്ത് അദ്ദേഹത്തിന് 33 വയസ്സായിരുന്നു പ്രായം. 33 വയസ്സായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രായം. തിരിച്ചദ്ദേഹം വന്നാൽ ബാക്കി 7 കൊല്ലവും കൂടെ ജീവിച്ച് 40 വയസ്സ് പൂർത്തിയായിക്കൊണ്ട് അദ്ദേഹം മരണപ്പെടും എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളത്. അപ്പോൾ ഈസാ നബിയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കുറേ അറിവുകളുണ്ട് നമ്മൾ അറിയേണ്ട. അത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഈ നബിയെ ആണ് പിന്നീട് അവർ കുരിശിലേറ്റി എന്നും മരണപ്പെട്ടു എന്നും പറയുന്നത്. ഈസാ അലൈഹിസ്സലാം ആകാശത്തിലേക്ക് ഉയർത്തപ്പെട്ട് 300 കൊല്ലത്തിന് ശേഷമാണ് ഈസാ അലൈഹിസ്സലാമിൻ്റെ പേരിൽ ജന്മദിനാഘോഷം, ക്രിസ്തുമസ് ആഘോഷം ആരംഭിച്ചത്. ഈസാ നബി ജനിച്ചത് ഡിസംബർ 25-നാണ് എന്ന് അവർ അംഗീകരിക്കുന്നു കൂടെ ഇല്ല. അവരുടെ ഒരു വേദഗ്രന്ഥങ്ങളിലും ഇല്ല, അവർ അംഗീകരിക്കുന്നേ ഇല്ല. പക്ഷേ ഈസാ നബിയുടെ പേരിൽ ജന്മദിനം ആഘോഷിക്കുക എന്നുള്ള സ്വഭാവം അദ്ദേഹത്തിൻ്റെ ഈ 300 അദ്ദേഹം ഉയർത്തപ്പെട്ട് 300 കൊല്ലത്തിന് ശേഷമാണ് ഉണ്ടായത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി 300 കൊല്ലങ്ങൾക്ക് ശേഷമാണ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിലും ജന്മദിനം ആഘോഷിക്കാൻ തുടങ്ങിയത്. ആ ആൾക്കാരാണ് ഇപ്പോൾ പറയണത് ക്രിസ്തുമസ് ആഘോഷത്തിൽ പങ്കുകൊള്ളരുതെന്ന് പറയുന്നത്. എന്താ അവകാശം, ധാർമ്മിക അവകാശം അവർക്ക്? റസൂലിൻ്റെ പേരിൽ ജന്മദിനം ആഘോഷിക്കുന്ന ആൾക്കാർ ഈസാ നബിയുടെ ജന്മദിനാഘോഷത്തിൽ പങ്കാളികളാകരുതെന്ന് പറയാൻ എന്ത് ധാർമ്മിക അവകാശമുണ്ട് ഇവർക്ക്? ഇല്ലല്ലോ. നമ്മൾ
കാര്യങ്ങൾ വസ്തുനിഷ്ഠമായി പഠിക്കുക, അറിയുക എന്നുള്ളത് നമ്മുടെ ലക്ഷ്യമാണ്. അത് കൃത്യമായി പഠിച്ച് അറിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോവുകയാണ് എങ്കിൽ ഒരു പരിധി വരെ നമ്മൾക്ക് നമ്മുടെ ഈ പ്രബോധന പ്രവർത്തനങ്ങളെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. ഇപ്പോൾ അദ്ദേഹം ചോദിച്ച ചോദ്യത്തിൽപ്പെട്ടതാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിൻ്റെ അരികിൽ വന്ന് നിന്ന് ഈസാ അലൈഹിസ്സലാം പറയും യാ മുഹമ്മദ് യാ റസൂലല്ലാ എന്ന് വിളിക്കുക, അങ്ങനെയല്ലേ പറഞ്ഞത്? അവിടെ യാ റസൂലല്ലാ എന്ന് വിളിക്കുന്നുണ്ടോ എന്നുള്ള ഹദീസിൽ കാണുന്നില്ല. അതിനുള്ള യാ മുഹമ്മദ് എന്ന് വിളിക്കുന്നതാണ് ഉള്ളത് എന്നുള്ളത്. ആ ഹദീസാണ് കുന്നത്തേരി സംവാദത്തിന് ഇസ്തിഗാസക്ക് തെളിവായിക്കൊണ്ട് പറഞ്ഞത്. ആ ഹദീസാ പറഞ്ഞത്. അതായത് ഈസാ നബി വന്നിട്ട് ഖബറിൻ്റെ അരികിൽ പോയി യാ മുഹമ്മദ് എന്ന് വിളിക്കുമ്പോൾ ഫൗജീബന്നഹു, ഈസാ നബിക്ക് ഖബറിൽ നിന്നും മറുപടി കൊടുക്കും. അപ്പോ ഖബറിലുള്ള നബീനോട് ചോദിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, അതാണ് പോണ പോക്ക്. അതിന് നമ്മൾ കൃത്യമായ മറുപടി ഉണ്ട്. എന്ത് അങ്ങനെ ഒരു പരിപാടി? ആ ഹദീസ് സഹീഹല്ല. അതിന് പ്രധാനമായ 2 ന്യൂനതകൾ ഷെയ്ഖ് അൽബാനി അദ്ദേഹത്തിൻ്റെ സിൽസിലത്തുൽ ദഈഫയിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്, കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഇനി ആ ഹദീസ് സഹീഹാണെന്ന് വെച്ചോ, എങ്കിലും ഈസാ അലൈഹിസ്സലാമിനെ അള്ളാഹു ഇറക്കുമ്പോൾ ഈസാ അലൈഹിസ്സലാം പോയി ആ മുഹമ്മദ് എന്ന് വിളിക്കുകയും ഉത്തരം കൊടുക്കുകയും ചെയ്യുന്നത് നബിയുടെ മുഅ്ജിസത്തിൽപ്പെട്ടല്ലേ? അത് പറയാൻ നമുക്ക് അധികാരമുണ്ടോ? നമുക്ക് അധികാരമില്ല. ഇന്നും നമ്മുടെ ആളുകളിൽ ഭൂരിപക്ഷം ആളുകളും മുസ്ലിം സമുദായത്തിൽ വിശ്വസിക്കുന്നത് ഖബറിൽ കിടക്കുന്ന ആളുകൾ ഉത്തരം തരും, അവർ സഹായിക്കും എന്നുള്ളത് തന്നെയാണ്. അതിൽ ആ വിശ്വാസം അവരുടെ ഹൃദയത്തിൽ രൂഢമൂലമായി പോയി. ജീവിച്ചിരിക്കുമ്പോൾ ഉള്ളതിനേക്കാൾ കഴിവ് മരണപ്പെട്ടു കഴിഞ്ഞാൽ ഉണ്ടാകുമെന്നൊരു വിശ്വാസം രൂഢമൂലമായി പോയി. എന്നിട്ട് അതിന് ഇസ്തിഗാസ എന്ന പേര്. ഇസ്തിഗാസ, ഇസ്തിആനത്ത്, ഇസ്തിഷ്ഫാ, ഏറ്റവും വലിയ പ്രയോഗം ഇസ്തിഷ്ഫാ ആണ്, ഷഫാഅത്താണ്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു ക്ലാസ്സിൽ അത് വിശദീകരിച്ചു. ഷഫാഅത്ത് നമ്മളെ പഠിച്ചിരിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് അതിൽ. ഷഫാഅത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണെന്നറിയില്ല, കൂടുതൽ അറിയില്ല. ആകെ അറിയാം റസൂലുള്ളാഹി നമുക്ക് വേണ്ടി ഷഫാഅത്ത് ചെയ്യുന്നുള്ളത്. പക്ഷെ അതിൻ്റെ അപ്പുറം ഇപ്പുറമൊക്കെ ഒരുപാട് വിശദീകരണങ്ങളുണ്ട്. നമുക്കൊരു ക്ലാസ്സിൽ അത് ഇൻഷാ അല്ലാഹ് വിശദീകരിക്കാം. അള്ളാഹു തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കാനുണ്ടോ? അല്ലല്ലല്ല, നബൂവത്ത് 40 വയസ്സ് എന്നുള്ളത് നിർണിതമായി എല്ലാ നബിമാർക്കും നിശ്ചയിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ ഇതിൽപ്പെട്ടത് ഇപ്പോൾ ഈസാ അലൈഹിസ്സലാം ജനിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന് എന്താണ് വഹി കിട്ടിയിട്ടുണ്ടല്ലോ, ഈ സംഭവം ഉണ്ടല്ലോ. അപ്പം അത് ഓരോ നബിമാർക്കും അതാത് ഇതിനനുസരിച്ച് കൊണ്ടാണ്. ചില പ്രവാചകന്മാർക്ക് 60 വയസ്സ് കഴിഞ്ഞ ശേഷം നബൂവത്ത് കൊടുത്ത നബിമാരുണ്ട്. അങ്ങനെ ഇല്ല. 40 വയസ്സ് എന്നുള്ളത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നബൂവത്ത് കൊടുത്ത കാലമാണ്. പിന്നെ ഒരു പക്വതയുടെ കാലഘട്ടം എന്ന് പറയാം. അത് അറിയില്ല. ദജ്ജാലും അത് ഏത് വർഗം എന്നുള്ളത് മനുഷ്യവർഗമല്ല. എന്തായാലും രൂപം മനുഷ്യന്റെ ഏകദേശം സാദൃശ്യതയുണ്ട് എന്നുള്ളതാണ്. അള്ളാഹു രൂപമുണ്ട്. ആ ദജ്ജാലിനെ പറ്റി നമുക്ക് വിശദീകരിക്കാം. നമ്മുടെ ഒരു ക്ലാസ്സിൽ കംപ്ലീറ്റ് പറയുന്നുണ്ട്. ദജ്ജാലിന്റെ ഓരോ രൂപങ്ങളും അത് പരീക്ഷണമാണ്. ഏറ്റവും വലിയ ഫിത്നയാണെന്ന് പറയാൻ കാരണം അതാ, ഒരു പരീക്ഷണമായിട്ടാണ് ദജ്ജാലിനെ ഇറക്കുന്നത്. അന്നാണ് മുസ്ലിമീങ്ങളുടെ യഥാർത്ഥ മുസ്ലിമീങ്ങളെ വേർതിരിക്കുന്നത്. ഈ കറയില്ലാതെ തീരുക, ഇസ്ലാം കറയില്ലാതെ കൽബിലുണ്ടാവുക എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും പ്രധാനം. അതുകൊണ്ടാണ് അങ്ങനെ ആ പരീക്ഷണം അള്ളാഹു കൊടുക്കുന്നത്. ദജ്ജാൽ നമുക്കൊന്ന് വിശദീകരിക്കാം. കുറേ ടൈം എടുത്ത് പറയേണ്ട ഒരു വിഷയമാണത്. ഇൻഷാ അല്ലാഹ് വേറൊന്നുമില്ലല്ലോ. ദജ്ജാല് അത് അങ്ങനെയല്ല, യജൂജിൻ്റെയാണ് നിങ്ങളാ പറഞ്ഞ ആ വിഷയം. അത് ഒരു മലയിടുക്കിൻ്റെ ഇടയിലാണ് യജൂജ് മജൂജ് ഉള്ളത്. വരലാണ്. അല്ലല്ല, പ്രത്യക്ഷപ്പെടലാണ്. ആർക്കാ? കിതാബില്ല, ഏടാണുള്ളത്, സുഹഫാണുള്ളത്, ഏടുകളാണുള്ളത്. കിതാബല്ല ഉള്ളത്. കിതാബും ഏടുകളുമുണ്ട്, രണ്ടും വ്യത്യാസമുണ്ട്. അത് ഞാൻ പറഞ്ഞിരുന്നല്ലോ. നമുക്കൊരു ക്ലാസ്സിൽ അതൊന്ന് നന്നായി പറയേണ്ടതുണ്ട്.
എല്ലാ നബിമാർക്കും ഏടുകളില്ല. 100 ഏടുകളാണുള്ളത്. ഏകദേശം 10-15ഓളം നബിമാർക്കാണത് വന്നിട്ടുള്ളത്, റസൂലുകൾക്ക്. എല്ലാ റസൂലുകൾക്കും കിതാബില്ല. 4 കിതാബേ ഇറങ്ങിയിട്ടുള്ളൂ: തൗറാത്ത്, സബൂർ, ഇഞ്ചീൽ, ഖുർആൻ. ആ 4ഉം വേദഗ്രന്ഥങ്ങളായിക്കൊണ്ട് കിതാബായി തന്നെ വന്നിട്ടുള്ളതാണ്. ബാക്കിയെല്ലാം ഏടുകളാണ്. ഇബ്രാഹിം നബി ഏടാണ് വന്നിട്ടുള്ളത്, വേറൊന്നുമില്ലല്ലോ. ഇൻഷാ അല്ലാഹ് അല്ലാഹു ഖൈറിലാക്കട്ടെ. അല്ലാഹു തആല നമ്മൾ പഠിച്ച കാര്യങ്ങൾ ശരിയായ രീതിയിൽ മനസ്സിലാക്കി പ്രവർത്തിക്കാൻ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.